नमस्ते, हरे कृष्णा, सर्वम कृष्णार्पणमस्तु. പ്രഭുപാദ് की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേശൻ की जय. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം ശ്രീ മാത്രേ നമഃ. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. ഇപ്പോഴോ? ഇപ്പം കേൾക്കാവോ? ഇപ്പം കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ 8:30 എന്ന് പറയുമ്പോൾ നമ്മൾ 8:30ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും 8:30 ആകുമ്പോഴേക്ക് വരണം. എന്തെങ്കിലും അസൗകര്യ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും 8:30 അല്ല എന്നുള്ളത്. കാണിച്ച് ഓം ശ്രീ മാത്രേ നമഃ. പിന്നെ എന്താണ് വിശേഷം? എല്ലാവർക്കും മഹാഭാരതം ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ടോ? ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പർ 93 42 49 49 41. ഗ്രൂപ്പിൽ ആഡ് ആവാനുള്ളവർക്ക് മെസ്സേജ് ഇടാം. മെസ്സേജുകൾ ഓരോന്നോരോന്നായിട്ട് നോക്കി വരികയാണ്. വളരെ അടുത്ത് തന്നെ കംപ്ലീറ്റ് ആവും. കുറേ മെസ്സേജ് നോക്കാനുണ്ടായിരുന്നു. സുഖമില്ല, പനിയാണ്. അത് മാറും കുറച്ചൊന്ന്. ഇവിടുത്തെ യാത്രയുടെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഇങ്ങനെയുള്ള യാത്രകളല്ലേ. അപ്പം അതിൻ്റെ കുളി, പിന്നെ തമിഴ്നാട്ടിൽ ഇപ്പം ചെന്നൈയിൽ നല്ല മഴയൊക്കെയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം. അതുകൊണ്ടുള്ളൊരു കുഞ്ഞി പനി, അത് മാറും. ആ പനിയും പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കാതെ ഇരുന്നാൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന വലിയ ചതിയായിപ്പോവും. ഇവിടെ ഇരുന്ന് ഞാൻ വലിയ ഭാരമൊന്നും പൊക്കണില്ലല്ലോ അല്ലേ, ക്ലാസ് എടുക്കല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പം ടാബ്ലറ്റ് കൊണ്ട് കഴിച്ചു, അതെടുത്ത് വെച്ചുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം പിന്നെ വേഗം എടുക്കാമെന്ന് ഓർത്തു. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് കേട്ടോ, സൗണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇതൊന്ന് ശരിയാക്കട്ടെ. ഓക്കെ, ഇപ്പം കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കൃത്യമായിട്ട്? കേൾക്കാമോ? സൗണ്ടില്ല? കുഴപ്പമില്ല ജാനകി മാതാജി.
ഇപ്പൊ കേൾക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചത് ബ്രാഹ്മണരുടെ കർത്തവ്യത്തെ കുറിച്ചാണ് അല്ലെ. ബ്രാഹ്മണർക്ക് കുറച്ച് കർത്തവ്യമൊക്കെ ഉണ്ട്. ബ്രാഹ്മണ കുലത്തിൽ ജനിക്കണമെങ്കിൽ തന്നെ നമുക്ക് വളരെയധികം പുണ്യം വേണം. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കില്ല. എന്നാൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ബ്രാഹ്മണീയ രീതിയിലല്ല ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് അടുത്ത ജന്മം എന്ന് പറയുന്നത് 1 മുതൽ തുടങ്ങണം എന്നുള്ളതാണ്. വളരെയധികം താഴ്ന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം പോകും. നമ്മൾ കാണാത്ത എന്താ പറയാ ഒരു നമ്മൾ പറയില്ലേ, കണ്ണുകൾ കൊണ്ട് കാണാത്ത അത്രയും വൃത്തികെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന മലത്തിലെ കൃമിയായിട്ട് പോലും ജനിക്കേണ്ട അവസ്ഥ ബ്രാഹ്മണീയ കുലത്തിൽ ജനിക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് ആ രീതിയിൽ ജീവിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും അനുഭവിക്കേണ്ടി വരും. എത്രയോ കോടി പുണ്യ ജന്മമാണ് ബ്രാഹ്മണ ജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് അനേകായിരം കോടി ജന്മങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. അത്രയും ജന്മങ്ങൾ എടുത്തെടുത്ത് കിട്ടുന്ന ഒരു പുണ്യമാണെന്ത്? ബ്രാഹ്മണ ജന്മം. ആ ബ്രാഹ്മണ ജന്മത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഹ്മണീയ രീതിയിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കണം. അണുവിട വ്യതിചലിക്കരുത്. മനസാ വാച കർമ്മണ നമ്മൾ ബ്രാഹ്മണീയ രീതിയിൽ നിന്ന് പുറത്തു വരരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇനിയും വോളിയം ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രേ സൗണ്ട് ഉള്ളൂപ്പാ. ഇനി എന്ത് ചെയ്യും? നോക്കട്ടെ, ഒരു മിനിറ്റ്. പനിയാണ്, അത് മാറിക്കോളും. കാലാവസ്ഥയുടെ കുഴപ്പം. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ പറയുന്നത്? സൗണ്ട് ഉണ്ട്. ഓക്കെ. അപ്പോ ഇവിടെ മഹാഭാരതത്തിൽ പറയുന്നു, ശാന്തി പർവ്വത്തില് ബ്രാഹ്മണരുടെ കർത്തവ്യം എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് ബ്രാഹ്മണീയ കർത്തവ്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വ്യാസൻ ബ്രാഹ്മണരുടെ കർത്തവ്യത്തെ കുറിച്ചാണ് ശുകദേവനോട് പിന്നെ സംസാരിക്കുന്നത്. ഓക്കെ. ഒരു ബ്രാഹ്മണ ബാലൻ, അതായത് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്ന ഒരു മകൻ, ഒരു വ്യക്തി ഗുരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഗുരുവിന്റെ അടുത്ത് ജീവിച്ചിട്ട് വേദങ്ങളൊക്കെ പഠിച്ച് ഗുരുവിന് ദക്ഷിണ നൽകി സമാവർത്തനം ചെയ്യണം. ഇതാണ് പറയുന്നത്. ഒരു ഗുരുവിനെ കണ്ടെത്തി. ഇപ്പം നമുക്ക് എന്താ പറയാ, നമുക്കിപ്പം ഒരിക്കലും ഈ ഒരു സാഹചര്യത്തിൽ 2024 ഒരു ഗുരുവിന്റെ അടുത്ത് പോയിട്ട് താമസിക്കുക എന്നൊന്നും പറയുന്ന നടക്കുന്ന കാര്യമില്ല. എങ്കിലും അത് നടക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നിർബന്ധമായിട്ടും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരു ആൺകുട്ടിക്ക് എന്തായിരിക്കണം? ഗുരു ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഗുരുവിൽ നിന്ന് ഉപദേശങ്ങൾ കൈവരിച്ച് വേദാധ്യായനങ്ങൾ, വേദങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഗുരുവിന് ദക്ഷിണ സമർപ്പിച്ചിട്ട് സമാവർത്തനം ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ജീവിതത്തിൽ കംപ്ലീറ്റ് ആയിട്ടും സമാധാനം കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. കാരണം മറ്റു കുലത്തിലുള്ളവരോട് ഭഗവാൻ പുറത്താലും ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാൻ വിധിക്കപ്പെട്ട വ്യക്തി ഈ രീതിയിൽ ജീവിച്ചില്ലെങ്കിൽ ഭഗവാന്റെ അടുത്തുനിന്ന് മാപ്പില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ജാതകർമ്മം മുതൽ, അതായത് ജനിച്ച് ജാതകം എഴുതുന്നത് മുതൽ സമാവർത്തനം വരെയുള്ള കർമ്മങ്ങൾ വേദജ്ഞനായ ഒരു ഗുരുവിന്റെ കീഴിൽ തന്നെ ചെയ്യണമെന്ന് പറയുന്നു. സമാവർത്തനം കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്യേണ്ടത്? ഗുരുവിന്റെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മടങ്ങിയിട്ട് വിധിപ്രകാരം കല്യാണം കഴിക്കാൻ നിശ്ചയിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ വിധിപ്രകാരം കല്യാണം കഴിച്ചിട്ട് ഭാര്യയോട് കൂടി എന്ത് ചെയ്യണം? ഗൃഹസ്ഥാശ്രമം ജീവിക്കണം. ഇനി കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ചില വ്യക്തികളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ കല്യാണം കഴിക്കാതെ അവരുടേതായ ആ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകണം. അല്ല എങ്കിൽ എന്ത് ചെയ്യണം? ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ട്, അതായത് കുടുംബമായി ജീവിച്ചിട്ട് സന്താനങ്ങളെ ജനിപ്പിച്ചിട്ട് കുട്ടികൾക്ക് ജന്മം നൽകി ലൗകികമായ ഒരു ജീവിതം തുടരാം, കുടുംബമായി ജീവിച്ചു പോകാം. അല്ല എങ്കിൽ എന്ത് ചെയ്യണം? നൈഷ്ഠികമായിരിക്കുന്ന ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ട് വാനപ്രസ്ഥമോ സന്യാസമോ സ്വീകരിക്കാം. അപ്പോ ബ്രാഹ്മണരുടെ കർത്തവ്യം എന്നുള്ളത് ഇവിടെ മഹാഭാരതത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ കുലത്തിൽ ജനിച്ചത് കൊണ്ട് കാര്യമില്ല. അതേ കുലത്തിലെ അതേ ആരാധനാ രീതികൾ, അതിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അണുവിട തെറ്റാതെ നമ്മൾ പാലിക്കുമ്പോഴേ ബ്രാഹ്മണനാകുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ചണ്ടാളന് തുല്യമായി ജീവിക്കേണ്ടി വരുന്ന പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെല്ലാം കറക്റ്റ് ആക്കിയിട്ട്
നമ്മുടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിച്ചാൽ നമുക്ക് എന്ത് കിട്ടില്ല? ജീവിതത്തിൽ സമാധാനം കിട്ടില്ല. ഒന്നിനൊന്ന് പിറകെ 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 നമ്മളെ പ്രശ്നങ്ങൾ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വേട്ടയാടി 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 ഉരുകി 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 തീരും നമ്മുടെ ജന്മം. അപ്പോൾ ഭഗവാൻ എത്രയോ കോടി ജന്മങ്ങൾക്ക് ശേഷം നമുക്ക് നൽകുന്ന ഒരു ജന്മമാണ് എന്ത്? ബ്രാഹ്മണ ജന്മം എന്ന് പറയുന്നത്. ആ ബ്രാഹ്മണ ജന്മത്തിൽ നമ്മൾ ഏറ്റവും ടോപ്പായ രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഹ്മണീയ രീതിയിൽ ജീവിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ സമാധാനം കിട്ടില്ലെന്ന് മാത്രമല്ല, നമുക്ക് എന്താ പറയുക, പുനർജന്മങ്ങൾ, അനവധി പുനർജന്മങ്ങൾ നമ്മളെ കാത്തിരിക്കും. യാതൊരു സംശയവുമില്ല, അനവധി നിരവധി പുനർജന്മങ്ങൾ നമ്മളെ കാത്തിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഗൃഹസ്ഥേഷ്വാ ധർമാണാം സർവേഷാമൂലമുച്യതേ യത്ര പക്വകഷായാഹി ദാന്താ സർവത്ര സിദ്ധ്യതി എന്ന് പറയുന്നത്. എല്ലാ ആശ്രമങ്ങൾക്കും മൂലമായിട്ടുള്ളത് എന്താണ്? ഗൃഹസ്ഥാശ്രമമാണ്. എല്ലാ 4 വർണ്ണാശ്രമങ്ങൾ 4 നമുക്കുണ്ട് അല്ലെ? അതിലെല്ലാത്തിലും മുകളിലിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ആധാരമായിരിക്കുന്നതാണ് ഗൃഹസ്ഥാശ്രമമാണ്. ലൗകിക ബന്ധങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് മനസംയമം സമ്പാദിച്ച ഗൃഹസ്ഥൻ സർവത്ര സിദ്ധനായി ജീവിക്കുന്നു. നമുക്ക് ഗൃഹസ്ഥാശ്രമികളായി ജീവിക്കുന്ന സമയത്ത് നിരവധി നിരവധി എന്തുണ്ട്? കർത്തവ്യങ്ങളുണ്ട്. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് കുട്ടികളുണ്ട്, ഞാൻ കുറെ പറമ്പ് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, നാളെ ഞാൻ മരിച്ചു പോയാലും ഈ സ്ഥലം അവർക്കുള്ളതാണ്, അല്ലേ ഇത്ര സെന്റ് വീടുണ്ട്, സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതാത് നിമിഷം നമ്മുടെ ഭാര്യയ്ക്ക് എന്ത് വേണം, ഭർത്താവിന് എന്ത് വേണം, മക്കൾക്ക് എന്ത് വേണം എന്ന് ചിന്തിച്ച് 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 കൃത്യതയോടുകൂടി ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ജീവിതം കംപ്ലീറ്റ് ആവുന്നത്. അല്ലാത്ത പക്ഷം ഒരിക്കലും നമ്മൾ കോടാനുകോടികൾ സമ്പാദിച്ചു വെച്ചിട്ടും കാര്യമില്ല. കാരണം ഇന്നുള്ള വ്യക്തി നാളെ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ കോടികൾ സമ്പാദിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. അത് ഉപയോഗിക്കാൻ അവരുണ്ടോ ഇല്ലേ നമുക്ക് ഒരു ഉറപ്പുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥാശ്രമി ആവണമെങ്കിൽ ഭാര്യയോടും മക്കളോടും കാണിക്കേണ്ട ഏറ്റവും നല്ല കടമയുണ്ട്. ആ കടമകളാണ് എന്ത് ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളത് പൂർത്തിയാക്കണം. അത് പൂർത്തിയാക്കി അവർക്ക് വേണ്ട ഭക്ഷണം, താമസം, വിദ്യാഭ്യാസം, ആരോഗ്യപരമായ കാര്യങ്ങള്, മനസ്സമാധാനം, എല്ലാത്തിലും ഉപരി കൊടുക്കേണ്ടത് മനസ്സമാധാനമാണ്. ഇതെല്ലാം കൊടുത്ത് തൃപ്തികരമായ ഒരു കുടുംബജീവിതം നയിക്കുമ്പോഴാണ് ഗൃഹസ്ഥാശ്രമി ആരായി മാറുന്നത്? സിദ്ധന് തുല്യമായി മാറുന്നത്. ഒരു ഗൃഹസ്ഥൻ, അതായത് ഒരു കുടുംബമായി ജീവിക്കുന്ന വ്യക്തി, സന്താനം മൂലം പിതൃക്കളുടെ കടവും, യജ്ഞാദി ബലികർമ്മങ്ങൾ മൂലം ദേവന്മാരുടെ കടവും, വേദാധ്യായനം മൂലം ഋഷിമാരുടെ കടവും വീട്ടാനാകുന്ന പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു ഗൃഹസ്ഥൻ, അതായത് കുടുംബമായി ജീവിക്കുന്ന ഒരു വ്യക്തി, സന്താനം മൂലം, അവന് കുട്ടികൾ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? അവരുടെ പിതൃക്കൾക്ക് ബലിയിടാൻ സാധിക്കും. അപ്പോൾ സന്താനം മൂലമാണ് ആ പിതൃക്കൾക്ക് ബലി കിട്ടുന്നത്. മനസ്സിലാവില്ലേ? കുട്ടികളില്ല എങ്കിൽ ഒരിക്കലും നമ്മുടെ പിതൃക്കൾക്ക് ബലി കിട്ടില്ല. അപ്പൊ നമ്മൾക്ക് മുൻപേ ജീവിച്ചിരുന്നവരുണ്ട്, 7 തലമുറകളുണ്ട്. അപ്പൊ അവരാരൊക്കെയാന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ അവർക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു ബലിതർപ്പണം കൊടുക്കുന്നത്? നമ്മളാണ് കൊടുക്കുന്നത്. അതെങ്ങനെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു? നമ്മൾ മക്കളായി ജനിച്ചത് കൊണ്ട് അല്ലെ? ഇനി നമ്മൾ മരിച്ചുപോയാൽ നമുക്ക് ആരാ ബലിതർപ്പണം തരും? നമ്മുടെ മക്കൾ തരും. അപ്പോ സന്തതി പരമ്പരകൾ എന്ന് പറയുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ്. പിതൃക്കളോടുള്ള കടമാണ് അവിടെ നമുക്ക് തീർന്നു കിട്ടുന്നത്. പിന്നെയോ യജ്ഞാദി ബലികർമ്മങ്ങൾ മൂലം ദേവന്മാരുടെ കടം തീരുന്ന പറയുന്നത്. നമ്മൾ നമ്മുടെ ഈ ഒരു മനുഷ്യ ജീവിതത്തിൽ യജ്ഞങ്ങൾ ചെയ്യുന്നു, നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നു, അതുവഴി നമുക്ക് ദേവന്മാരോട് ഒരുപാട് കടമുണ്ട്. കാരണം ഈ ജീവിച്ചു വന്ന സാഹചര്യത്തിലുടനീളം നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ടും മറ്റ് പല പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഒരുപാട് കടമകൾ ഉണ്ടായിട്ടുണ്ട്. ആ കടമകളെല്ലാം നിറവേറ്റാതെ നമ്മൾ ജീവിച്ചത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു മനുഷ്യ ജന്മത്തിൽ വീണ്ടും വന്ന് ജനിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് നമ്മൾ പല ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദേവന്മാരുടെ കടങ്ങളെല്ലാം തന്നെ യജ്ഞാദി കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടാൻ സാധിക്കും. പിന്നെയോ വേദാധ്യായനം മൂലം, വേദങ്ങൾ പഠിക്കുന്നത് മൂലം, പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ അത് ഉപയോഗിക്കുകയും ചെയ്യണം. എങ്ങനെയാ നമ്മൾ ഉപയോഗിക്കുക? സന്ധ്യാസമയത്ത് TV കണ്ടിരുന്നിട്ടല്ല, സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുക, നാമം ചൊല്ലുക, പൂജ ചെയ്യുക. രാവിലെ ആണെങ്കിൽ നമ്മൾ അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുക. ഉച്ചയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. 4 ത്രിസന്ധ്യകളിൽ നമ്മൾ ഗായത്രിക്ക് ജപിക്കാനുണ്ട്. അത് എല്ലാവർക്കും ഇല്ല, ദീക്ഷ എടുത്തവർക്കും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർക്കൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ചെയ്തു വരുമ്പോൾ എന്തായി? ഋഷിമാരോടുള്ള കടം വീട്ടാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ
കുറേ കടങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അതാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ അതായിരിക്കണം, അല്ലാതെ നമ്മൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോൺ വെജ് കഴിക്കുന്ന ഒരു വ്യക്തി ഞാൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അപ്പൊ നോൺ വെജ് കഴിക്കാത്ത സാത്വിക ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ചങ്കൂറ്റത്തോടെ പറയാം ഞാൻ ബ്രാഹ്മണ സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണ പുരുഷനാണ് എന്ന് പറയാം. വായ നിറച്ചും തെറി പറയുന്ന ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കുമോ ഞാൻ ബ്രാഹ്മണനാണെന്ന്? ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം എന്താ? ബ്രാഹ്മണന് അതിന് അനുവാദമില്ല. വേദങ്ങൾ മാത്രം പറയാനാണ് അവന് അനുമതിയുള്ളത്. അസഭ്യ വാക്കുകൾ പറയാൻ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരു സ്ത്രീക്കും പുരുഷനും അനുമതിയില്ല. അത് ഏത് സാഹചര്യം ഉണ്ടായാലും ശരി. കാരണം ബ്രഹ്മത്തെ അറിയുന്നവനാണ് എന്താണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി, ഇതാണ് 4 ത്രിസന്ധികൾ. അപ്പോ ബ്രഹ്മത്തെ അറിഞ്ഞ വ്യക്തി അസഭ്യമായിരിക്കുന്ന വാക്കുകൾ ഒന്നും തന്നെ ഉപയോഗിക്കില്ല. ബ്രഹ്മത്തെ അറിയാത്ത ഒരു വ്യക്തി ശാപവാക്കുകൾ, മോശം വാക്കുകൾ, പ്രതികാരം, എന്താ പറയാ, ഒരു ഭയങ്കരമായ രജോ ഗുണത്തിലുള്ള സ്വഭാവങ്ങളെല്ലാം കാണിക്കും. അങ്ങനെയുള്ള വ്യക്തികളെ ഒരിക്കലും എന്താണ് ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റില്ല. ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്താണ് ബ്രാഹ്മണനാണ്. ആ ബ്രഹ്മത്തെ അറിഞ്ഞവന് പകയുണ്ടാവില്ല, വിദ്വേഷം ഉണ്ടാവില്ല, വൈരാഗ്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവന്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും അവനൊരു പൂർണ്ണതയുള്ള ബ്രാഹ്മണനാണ് എന്നുള്ളത്. അവനെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും. കാരണം എന്താ? അവൻ പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സകല ഇന്ദ്രിയങ്ങളാലും അവൻ ഈശ്വരന് കടപ്പെട്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. മറ്റെല്ലാ ഭൗതിക സുഖഭോഗങ്ങളിൽ നിന്നും അവൻ പുറത്തു വന്നിട്ടുണ്ടാവും. എന്നാൽ ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ബ്രാഹ്മണൻ പൂർണ്ണമായ രീതിയിൽ കുടുംബത്തോട് 100% കടപ്പെട്ടിരിക്കും. അവന്റെ ഭാര്യയും മക്കളെയും നന്നായി ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ആ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെയും മക്കളെയും നന്നായി ശ്രദ്ധിക്കും. ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ട് ബ്രാഹ്മണീയമായിരിക്കുന്ന എല്ലാ ഗുണങ്ങളോടും കൂടി ആ വ്യക്തി ജീവിച്ചു മുന്നേറും. അതാണ് ബ്രാഹ്മണ കുലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു സാധാരണ ക്രമം. വേദം പഠിക്കുക, പഠിപ്പിക്കുക, യജിക്കുക, യജിപ്പിക്കുക എന്നുള്ളത് ഒരു ബ്രാഹ്മണന്റെ ധർമ്മമാണ്. ഒരു പൂർണ്ണത എത്തി ഇപ്പൊ ഒരു ചെറിയ ബാലൻ ഒരിക്കലും വേദം പഠിപ്പിക്കാൻ കഴിയില്ല. അവൻ ഗുരുമുഖത്ത് നിന്ന് പഠിച്ചു വളർന്ന് വലുതായി വരുമ്പം അവൻ എന്തായി? അടുത്ത തലമുറയ്ക്ക് വേദങ്ങൾ പഠിപ്പിക്കും. അതുപോലെ അവൻ പഠിക്കുകയും ചെയ്യും. യജിക്കും, യജിപ്പിക്കും, അതായത് യജ്ഞങ്ങൾ ചെയ്യും, ചെയ്യിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു ബ്രാഹ്മണന്റെ ധർമ്മം എന്ന് പറയുന്നത്. എല്ലാം ചെയ്തും പഠിക്കുകയും ചെയ്തിട്ട് അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന ഭാവത്തിൽ നടക്കുകയാണെങ്കിലും അവനെ നമ്മൾ ബ്രാഹ്മണ കുലത്തിൽ പെടുത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? വെറുതെ പ്രതിഗ്രഹം വാങ്ങുകയോ വെറുതെ അന്യർക്ക് ദാനം ചെയ്യുകയോ പാടില്ല. നമ്മള് ഒരാൾക്കും വെറുതെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, നമ്മൾ ദാനം ചെയ്യണമെങ്കിൽ, അനുഗ്രഹം കൊടുക്കണമെങ്കിൽ പാത്രം അറിഞ്ഞു വേണമെന്ന്, അല്ലെ? അല്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ റബ്ബർ പന്ത് പോലെ നമുക്ക് തന്നെ അതിന്റെ കർമ്മ തിരിച്ചു കിട്ടും. ശിഷ്യനിൽ നിന്നും ദക്ഷിണയായിട്ടോ യാഗത്തിൽ നിന്ന് സഹായിക്കുന്നതിന് പ്രതിഫലമായിട്ടോ പ്രതിഗ്രഹം സ്വീകരിക്കാം. ശിഷ്യനിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ദക്ഷിണ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ യാഗം കഴിയുമ്പോൾ അതിൽ നിന്നൊരു പ്രതിഫലം സ്വീകരിക്കാം. ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതിനേക്കാൾ വലിയ പുണ്യമൊന്നും എന്താണ് മറ്റുള്ളവർക്ക് ചെയ്യാനില്ല. ഏറ്റവും വലിയ ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണർക്ക് നൽകുന്ന ദാനമാണ്. അതെല്ലാ ബ്രാഹ്മണർക്കും കൊടുത്തിട്ട് കാര്യമില്ല. ബ്രാഹ്മണീയ രീതിയിൽ ജീവിക്കുന്നവനെ കണ്ടെത്തി കൊടുക്കണം. അങ്ങനെയുള്ളവരെ നമുക്ക് എളുപ്പം കണ്ടെത്താൻ സാധിക്കും. കാരണം എന്താ? അവരുടെ മുഖത്ത് അതിന്റെ ചൈതന്യം ഉണ്ടാവും, അവരുടെ സംസാരത്തിൽ അതിന്റെ കുലീനത ഉണ്ടാവും, അവരുടെ പ്രവൃത്തിയിൽ അതിന്റെ ഐശ്വര്യം ഉണ്ടാവും. മനസ്സിലാവണം? അല്ലാണ്ട് എല്ലാം എനിക്ക് എന്ന് പറയുന്ന രജോ തമോ ഗുണത്തിൽപ്പെട്ട വ്യക്തികളുടെ മുഖം നോക്കി നമ്മൾ ഇവരേത് ഗുണത്തിൽപ്പെട്ടവരാണെന്ന് ആദ്യം തിരിച്ചറിയണം. ഏത് കുലത്തിൽ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഏത് ഗുണത്തിൽപ്പെട്ടവനാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള വിശുദ്ധിയുള്ള ബ്രാഹ്മണന് ദാനം നൽകി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു സർവൈശ്വര്യ കീർത്തി മറ്റൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെന്താ പറയുന്നത്? ബ്രാഹ്മണൻ സമുദായത്തിന് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് സമുദായത്തിൽ നിന്ന് പ്രതിഗ്രഹം വാങ്ങുന്നത് പാപമല്ല. ഒരു ബ്രാഹ്മണൻ എപ്പോഴും അവന്റെ സമുദായത്തിന് വേണ്ടി വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് ബ്രാഹ്മണൻ സമുദായത്തിന് വേണ്ടി ജീവിക്കണം എന്ന് പറയുന്നത്? ഇവിടെ ജാതിയെ നമ്മൾ ഉയർത്തി കാണിക്കുകയാണോ? അല്ല. ബ്രാഹ്മണ കുലത്തിൽ അല്ലാത്ത വ്യക്തികൾ താഴെയാണെന്നാണോ പറയുന്നത്? അതുമല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവനാണ്. അനേകായിരം കോടി ജന്മങ്ങൾ കൊണ്ടാണ് ആ വ്യക്തി ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നത് തന്നെ.
അപ്പൊ ആ കുലത്തിൽ ജനിച്ചുകൊണ്ട് ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് ഈശ്വരന്റെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിത്വമായി നിന്നുകൊണ്ട് തലമുറയെ വാർത്തെടുക്കണം. അതാണ് വേണ്ടത്, അല്ലെ? അല്ലാതെ ഞാനെല്ലാം പഠിച്ചു, ഞാനെല്ലാം ചെയ്തു, ഇനി എനിക്ക് ആർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവൻ ബ്രാഹ്മണനല്ല, അവൻ ചണ്ടാളനാണ്. ചണ്ടാളനേക്കാൾ താഴെയാണ് അവൻ. മനസ്സിലാവുന്നുണ്ട്? അല്ലെങ്കിൽ നോൺ വെജും കഴിച്ചു വാദോരാതെ തെറിയും പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനല്ല, അത് അതിനേക്കാൾ നീചവർഗത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണെന്ന് വേണം നമ്മൾ പറയാൻ. അപ്പൊ ഇവിടെ പറയുന്നു, ബ്രാഹ്മണൻ സമുദായത്തിന് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട്, സമുദായത്തിന് വേണ്ടി എങ്ങനെയാ ജീവിക്കുന്നത്? ആ സമുദായത്തിൽ നിന്നുകൊണ്ട് ബ്രാഹ്മണൻ എന്ത് ചെയ്യണം? അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കണം. അല്ലാതെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാതിരിക്കരുത്, തലമുറയെ വഴിയിലിട്ട് കളയരുത്, അവർക്ക് വഴികാട്ടിയായി തീരണം. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത തലമുറയെ നമ്മൾ വാർത്തെടുക്കണം. എങ്ങനെ വാർത്തെടുക്കണം? ക്ഷമയോടെ വാർത്തെടുക്കണം. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുമ്പോൾ അവൻ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? ഈശ്വരനാമമാണ്. അല്ലാതെ തെറിയും അസഭ്യവും അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, ശാപമല്ല കൊടുക്കേണ്ടത്. അവന് പറഞ്ഞു കൊടുക്കേണ്ടത് ഈശ്വരനാമമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ബ്രാഹ്മണൻ സമുദായത്തിന് വേണ്ടി ജീവിക്കുന്നത്. അല്ലാതെ ഞാൻ ബ്രാഹ്മണനാണെന്നും പറഞ്ഞ് കൊടിയും പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ സമുദായത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാവുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതെല്ലാം മഹാഭാരതത്തിൽ പറയുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ബ്രാഹ്മണരുടെ വീട്ടിലേ പോകൂ, ഞാൻ ബ്രാഹ്മണരുമായിട്ടേ സമ്പർക്കം പുലർത്തൂ എന്നല്ല. ബ്രാഹ്മണനായി ജനിക്കുന്ന വ്യക്തി ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ട് ബ്രഹ്മജ്ഞാനം സമൂഹത്തിന് പകർന്നു കൊടുക്കുമ്പോഴാണ് അവൻ കുലത്തിന് വേണ്ടി ജീവിക്കുന്നവനാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്ക് സമുദായത്തിൽ നിന്നും പ്രതിഫലം കൈപ്പറ്റുന്നതിൽ തെറ്റില്ല. പിന്നെന്ത് പറയുന്നു? ഗൃഹസ്ഥാശ്രമി, അതായത് കുടുംബമായി ജീവിക്കുന്ന വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ദാനം സ്വന്തം ആവശ്യത്തിനായിട്ട് മാത്രം ഉപയോഗിക്കരുത്. പിന്നെ പറയുന്നത് നമ്മളെ പോലെയുള്ള വ്യക്തികളാണ്. നമ്മളെല്ലാവരും ഗൃഹസ്ഥാശ്രമികളായിട്ടാണ് ജീവിക്കുന്നത്, അല്ലെ? നമ്മളെല്ലാവർക്കും കുടുംബമുണ്ട്. അപ്പം ഗൃഹസ്ഥാശ്രമിയായി ജീവിക്കുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ദാനം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ദാനം കിട്ടിയാൽ നമ്മൾ അത് നമുക്ക് എന്നും പറഞ്ഞിട്ട് ഈ കോടാലിയുടെ സ്വഭാവം കാണിക്കരുത്. എല്ലാം കൊത്തി മുന്നോട്ടേക്ക്, ഒന്നും അങ്ങോട്ടില്ല, ആ സ്വഭാവം കാണിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് എന്താ ചെയ്യേണ്ടത്? കുറെയൊക്കെ നമ്മൾ ദാനം ചെയ്യാൻ പഠിക്കണം. മനസ്സിലായില്ലേ? ദാനം ചെയ്യുന്നവനെ വർധനവുണ്ടാവും, അല്ലാതെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്നവന് വർധനവുണ്ടാവില്ല. പിന്നെന്താ പറയണേ? മറ്റ് ആശ്രമങ്ങളെല്ലാം ഗൃഹസ്ഥനെ ആശ്രയിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത്. അതെങ്ങനെയാണത്? ബ്രാഹ്മണനായി കഴിഞ്ഞ് പിന്നെ ഗൃഹസ്ഥനായി കഴിയുമ്പോഴത്തേക്കും 4 വർണ്ണാശ്രമങ്ങളിൽ നമ്മൾ ദാനം കൊടുക്കുക, ചേർത്ത് പിടിക്കുക, ആശ്വാസമായി മാറുക, സമാധാനമായി മാറുക. അങ്ങനെ മറ്റുള്ള വർണ്ണാശ്രമങ്ങളിലെല്ലാം ഗൃഹസ്ഥനായി ജീവിക്കുന്ന വ്യക്തിക്ക് ഒരു വലിയ പങ്കുണ്ട്. ഗൃഹസ്ഥനാണ് വരുമാനം കൂടുതൽ. നമ്മുടെ ഇന്നത്തെ കാലം നോക്കുകയാണെങ്കിൽ സാമ്പത്തികം വളരെ കുറവാണ്. എങ്കിലും ഒരു 10 കിട്ടിയാൽ അതിൽ ഒരു കാലെങ്കിലും നമ്മൾ ദാനം കൊടുക്കണം. കാരണം ഇത് നമ്മുടെ കണക്ക് പുസ്തകത്തിലല്ല എഴുതി വെക്കുക, ഈശ്വരന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. ആ കണക്ക് നോക്കി ഈശ്വരൻ അവരെ കൃത്യമായി വഴി നടത്തുന്നുണ്ട്. നമ്മൾ വെറുതെ പോകുന്നൊരു വഴി പോകാൻ വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്താൽ ഇനിയൊരു സന്ദർഭത്തിൽ നമ്മൾ ദാഹിച്ചു വലയുമ്പോൾ നമുക്ക് ഭഗവാൻ പനിനീര് തന്നെ കൊണ്ടുത്തരും. മനസ്സിലാവില്ല? അമൃത് തന്നെ കൊണ്ടുത്തരും. കുറച്ച് കൊടുത്താൽ ഭഗവാൻ ഇത്ര തരും. അത് നമ്മൾക്ക് അർഹിക്കുന്ന സമയത്ത് ഭഗവാൻ തരും. അല്ലാതെ ഞാൻ ഇന്നലെ അവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടൂല. അത് ബാങ്ക് അല്ല പലിശക്കിടക്കം കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ഭഗവാൻ നമുക്ക് നൽകേണ്ടതെല്ലാം നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് നൽകും. ഇന്ന് നമുക്ക് എന്താണ്? ഹരേകൃഷ്ണ മോനെ, ഇന്ന് നമുക്ക് കിട്ടുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, നമ്മൾ വിചാരിക്കും എന്ത് തെറ്റ് ചെയ്തിട്ടാ ഭഗവാനെ ഇത്രയും അനുഭവിക്കുന്നത്? തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ വന്നത്. അത് തിരുത്താനുള്ള ഒരു ഓപ്ഷനാണ് ഭഗവാൻ നൽകിയിരിക്കുന്നത്. ആ ഓപ്ഷനിൽ നിന്നുകൊണ്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അങ്ങനെ അഹങ്കരിച്ചാൽ എന്തായി? നമ്മൾ കുത്തനെ താഴേക്ക് തന്നെ വീഴും. അങ്ങനെ വീഴാനല്ലല്ലോ നമ്മൾ ഭൂമിയിൽ വന്നത്. തെറ്റുകൾ തിരുത്താൻ ഭഗവാൻ നൽകിയ ഒരു അവസരമാണ്. ഈ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന 100 ആണെങ്കിൽ അതിൽ നിന്നൊരു കാലെങ്കിലും ദാനം ചെയ്തുകൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക. പിന്നെ പറയുന്നത് എന്താ? സത്യസന്ധൻ, രന്തിദേവൻ, അത്രിപുത്രനായ ഇന്ദ്രധവനൻ, ശിബി ചക്രവർത്തി, പ്രദർധനൻ, അംബരീഷൻ, വിദേഹ രാജാവായ നിമി മുതലായ ഒട്ടനേക രാജാക്കന്മാർ ബ്രാഹ്മണർക്ക് പല 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 ദാനങ്ങളും നൽകി പുണ്യലോകങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പനിയണമ്മ. ഈശ്വരനാമം പറഞ്ഞത് കൊടുത്തത് കൊണ്ട് ഡിവോഴ്സായി. അത് നമ്മുടെ ഒരു ചിന്താഗതിയുടെ പ്രശ്നമാണ് മാതാജി.
ഡിവോഴ്സ് ആവണം എന്നുള്ളത് മുൻപേ നിശ്ചയിക്കപ്പെട്ടതാണ്, എന്നേ നിശ്ചയിക്കപ്പെട്ടതാണ്. കഴിഞ്ഞ ജന്മത്തിൽ മാതാജി ഹസ്ബൻഡും അദ്ദേഹം ഭാര്യയുമായിരിക്കും. മാതാജി എന്തോ കാരണത്താൽ അവരെ ഉപേക്ഷിച്ചതിന്റെ വേദന പേറി ജീവിച്ചതിന്റെ കർമ്മഫലമാണ് ഈ ജന്മത്തെ നമ്മൾ അനുഭവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ മാതാജി ഒരുപാട് പുണ്യം ചെയ്തത് കൊണ്ട് ആ പുണ്യം ഭഗവാന്റെ നാമവുമായി കണക്ട് ആക്കിയതാണ്. അപ്പോൾ അവിടെ കാരണമായി മാറിയത് ഭഗവാന്റെ നാമം പറഞ്ഞത് കൊണ്ട് അങ്ങനെ ആയി എന്നുള്ളതാണ്. അവിടെ ഈശ്വരൻ മാതാജിയുടെ കൂടെയാണ് നിൽക്കുക. കർമ്മഫലവും അനുഭവിച്ചു, ഈശ്വരനാമത്തിലൂടെ ആ കർമ്മഫലം തീരുകയും ചെയ്തു. അപ്പൊ എന്തായി? ഈശ്വരൻ മാതാജിക്കൊപ്പം നിൽക്കും. ഓക്കെ, അത് ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് മാതാജിയെ കൊണ്ടുവരും. ബി പോസിറ്റീവ് ഓൾവേസ്. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഒന്നും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. കാരണം എന്താ? നമ്മളെ വഴി നടത്തുന്നത് എന്താണ്? നെഗറ്റീവ്സ് അല്ല, കർമ്മ. മനസ്സിലാവുന്നുണ്ട്? കർമ്മയാണ് നമ്മളെ വഴി നടത്തുന്നത്, അല്ലാതെ നമ്മളല്ല വഴി നടക്കുന്നത്. ഈ കർമ്മ എവിടുന്ന് വന്നു? നമ്മുടെ ഭഗവാന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് വന്നു. ആ കണക്ക് പുസ്തകത്തിൽ എങ്ങനെ അത് എഴുതപ്പെട്ടു? നമ്മുടെ പ്രവൃത്തി കൊണ്ട്. എങ്ങനെ ആ പ്രവൃത്തി ഉണ്ടായി? വിശേഷ ബുദ്ധിയാൽ ഈശ്വരൻ ഇവിടെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആ വിശേഷ ബുദ്ധി പ്രയോജനപ്പെടുത്താതെ മായയുടെ പിന്നാലെ പോയത് കൊണ്ട് ഈശ്വരൻ രണ്ടും വെച്ചിട്ടുണ്ട്. ഏത് വേണം എടുത്തോളൂ, ഏത് വേണം നീ എടുക്കൂ, നിനക്ക് അതിനുള്ള ബുദ്ധി ഞാൻ തന്നിട്ടുണ്ട്. ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യാതെ അഹങ്കാര മനോഭാവത്തോടു കൂടി നമ്മൾ ചെയ്ത പല തെറ്റിന്റെ പ്രവണത ഫലങ്ങളാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. ഞാനാവട്ടെ, നിങ്ങളാവട്ടെ, എല്ലാവരും അനുഭവിക്കുന്നത്. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നു, പ്രശസ്തരായിരിക്കുന്ന പല രാജാക്കന്മാരും എന്താണ്? സാരില്ല മാതാജി, പോട്ടെ. ഭഗവാൻ മറ്റെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും, യാതൊരു സംശയവും. ഇവിടെ മാതാജി 5 കൊല്ലം ജീവിച്ചു. എൻ്റെ അമ്മയുടെ സിസ്റ്റർ എനിക്ക് തോന്നുന്നു 21 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. അതിലൊന്നും കാര്യമില്ല മാതാജി. എല്ലാം സന്തോഷത്തോടു കൂടി കാണാം. ഈശ്വരൻ എന്താണോ നിശ്ചയിക്കുന്നത് അതേ നടക്കും. ഈശ്വരൻ നിശ്ചയിക്കാത്തതൊന്നും നടക്കില്ല. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് കല്യാണം കഴിച്ചു 1 ദിവസം കഴിയുമ്പോഴത്തേക്കും ഭർത്താവ് മരിച്ച ഭാര്യമാരുണ്ട് ഈ ലോകത്ത്, ഇല്ലേ? 1 മാസത്തിനുള്ളിൽ മരിച്ചുപോയ ഭാര്യയും ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം നമ്മൾ അതിലൊന്നും വിഷമിക്കരുത്. നമ്മളുടെ ലക്ഷ്യം ഈശ്വരനാണ്. നമ്മുടെ ജീവിതത്തിൽ അതിനിടയിൽ നടക്കുന്ന സകലമാന പ്രശ്നങ്ങളെയും ഈശ്വരന് വിട്ടുകൊടുക്കുക. എൻ്റെ പാപം, എൻ്റെ പാപം, എൻ്റെ മാത്രം പാപം എന്ന് ബൈബിളിൽ ഒരു ചൊല്ലുണ്ട്. കുർബാന കൂടിയവർക്കറിയാം, ലാസ്റ്റ് സമയം പറയുന്നുണ്ട്. സീരിയസ്ലി, ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ, ക്രിസ്ത്യൻസിനോട് കുർബാന സമയത്ത് പറയും, എൻ്റെ തെറ്റ്, എൻ്റെ തെറ്റ്, എൻ്റെ മാത്രം തെറ്റ്. ഇങ്ങനെ വെച്ചുകൊണ്ടാണ് അത് പറയാം. അതൊരു വലിയ തത്വമാണത്. നമ്മുടെ തെറ്റ്, നമ്മുടെ തെറ്റ്, നമ്മുടെ മാത്രം തെറ്റ്, അതാണ് നമ്മുടെ കർമ്മ. ഓക്കെ, ആ കർമ്മയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഒരിക്കലും വേദനിക്കേണ്ട മാതാജി. അതെല്ലാം ഈശ്വരൻ നമുക്ക് മാറ്റിത്തരും. നമ്മൾ ഈശ്വരനാമം മുറുകെ പിടിക്കുക, ഈശ്വരൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മാറ്റിത്തരും. മനസ്സിലാവുന്നുണ്ടോ? മാതാജിക്ക് ഇനിയാണ് നല്ല ഒരു ജീവിതം വരാനിരിക്കുന്നത്. കഴിഞ്ഞ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മറക്കും മാതാജി, എല്ലാം വിട്ടുകളയും. നമ്മളെല്ലാവരും ഇല്ലേ, നമ്മളെ മഞ്ജരീസ് കുടുംബം ഇല്ലേ, ഒന്ന് വിളിച്ചാൽ വെളിപ്പുറത്ത്. സപ്പോസ് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് ഇട്ടാലായാലും ഞാൻ ദിവസങ്ങൾ കഴിഞ്ഞാലായാലും കാണും. അതുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ലക്ഷ്യം മുന്നോട്ടാണ്. പിന്നോട്ട് നമ്മൾ തിരിഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. കഴിഞ്ഞു പോയ ഒരു സമയവും നമുക്ക് കാലചക്രം തിരിച്ചു വന്ന് തരൂല മാതാജി. നമുക്ക് വരാനിരിക്കുന്നതേ ഈശ്വരൻ തരും. അപ്പോൾ മാതാജിയിലുള്ള നന്മകളെല്ലാം, പുണ്യങ്ങളെല്ലാം അനുഭവിക്കാൻ കൂടെയുള്ള വ്യക്തിക്ക് അത്രത്തോളം പുണ്യമില്ല. അതാണ് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ കൂടെ വന്ന് പാതി വഴിയിൽ അവർ പോയത്. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് ജീവിതത്തെ നേരിടുക, സമാധാനത്തോടെ ജീവിതത്തെ നേരിടുക. ആയുധം എന്ന് പറയുന്നത് ഈശ്വരനാമമായിരിക്കണം. ഈശ്വരനാമത്തിൽ മറ്റൊന്നിനും സ്ഥാനമില്ല. ഓക്കെ, ചിരിക്കാം. ബി സ്മൈൽ ഓൾവേസ്. തിങ്ക് പോസിറ്റീവ്, ഡു പോസിറ്റീവ്, ലീവ് പോസിറ്റീവ്. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നു, ഒട്ടനവധി രാജാക്കന്മാർ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിട്ട് പുണ്യലോകങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. നമുക്ക് കൊണ്ടേ പുണ്യലോകത്തിൽ നമ്മൾ ഈ പാപങ്ങളുടെ പരദീസയായ ഭൂമിയിൽ തന്നെ ഇങ്ങനെ കിടന്നിട്ട് എന്താ കാര്യം? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ അനുഭവിക്കുന്നത്. ചെയ്തതും ചെയ്യാത്തതുമായ എന്തെല്ലാം വേദനകൾ അനുഭവിക്കുന്നു. പറയാത്തതും കേൾക്കാത്തതുമായ ഒരു കാര്യങ്ങളും ഈ ഭൂമിയിലില്ല, അല്ലേ? എല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മുടെ എല്ലാവരുടെ ഈ ലൈവ് കാണുന്ന 88 പേരും ജീവിതത്തിൽ അനുഭവങ്ങളുടെ ഒരു പേമാരി അനുഭവിച്ചവരാണ്. എല്ലാ അർത്ഥത്തിലും ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അല്ലേ? എന്ത് ചെയ്യും എന്നറിയാതെ നമ്മൾ മുന്നോട്ട് പോകുന്നവരാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? പൊരുത, ജീവിതത്തിനോട് ശക്തമായി പൊരുത. ധർമ്മത്തെ ആയുധമാക്കിയെടുക്കുക, ക്ഷമയെ ആയുധമാക്കിയെടുക്കുക,
നമ്മൾ അടിയറവ് പറയുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിലാണ്. അമ്മേ എന്ന് ഹൃദയം കൊണ്ട് വിളിക്കുന്നത് മൂകാംബിക ദേവിയാണ്. ആ അമ്മ ആ വിളി കേൾക്കാതിരിക്കൂ? തീർച്ചയായും കേൾക്കും, ഉറപ്പായും കേൾക്കും, ഒരു സംശയവും ഇല്ല, കേട്ടിരിക്കും. കണ്ണ് റെഡായോ? കോൾഡ്. അപ്പോ ആ വിളി ഈശ്വരൻ കേൾക്കാതിരിക്കില്ല, ഉറപ്പായിട്ടും കേൾക്കും. എനിക്ക് നല്ല ഉറപ്പും വിശ്വാസമുണ്ട്. അപ്പൊ എന്താ വേണ്ടത്? വിളിക്കാം, ധൈര്യമായിട്ട് വിളിക്കാം, ഹൃദയം കൊണ്ട് വിളിക്കുക ഈശ്വരനെ. ആ മൂകാംബിക അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഒരു മക്കൾ വിളിക്കുന്ന അമ്മേ എന്ന വിളിയും എത്താതിരിക്കില്ല. ഹൃദയം കൊണ്ട് വിളിച്ചു നോക്കമ്മേ. അമ്മ എന്നുള്ള ആ പേരിന്റെ പൂർണ്ണതയുള്ള അർത്ഥം മൂകാംബിക തിരുസന്നിധിയിലാണ്. നമ്മളെ പ്രസവിച്ച അമ്മമാർ പോലും ചില സാഹചര്യങ്ങളിൽ നമ്മളെ ഒന്ന് മാറ്റി നിർത്തും. ഇല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒരു നേരമെങ്കിലും അവരുടെ വായ കൊണ്ട് നമുക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഒരു നേരമെങ്കിലും സ്വന്തം അമ്മയുടെ വായിൽ നിന്നെങ്കിലും ഒരു വാക്ക് കേട്ട് നമ്മൾ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടാവും. നമ്മളാകുന്ന അമ്മമാര് നമ്മുടെ മക്കളോടെങ്കിലും ഒരു നേരം വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ ഒരിക്കലും പറയാതെ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരാളെ ഈ പ്രപഞ്ചത്തിലുള്ളൂ, അത് മൂകാംബിക അമ്മയാണ്. കൊണ്ടുപോവാലോ? പ്രത്യേകിച്ച് സൗന്ദര്യാമ്മയെ കൊണ്ടുപോകും. മൂകാംബിക അമ്മയാണ്. ആ അമ്മയുടെ നടയിൽ പെയ്തൊഴിയാത്തതായിട്ടൊന്നുമില്ല. ആ അമ്മയുടെ തിരുനടയിൽ ഒന്നുമില്ല. അമ്മ വിളിക്കും. നമ്മൾ ഒരുപാട് അനുഭവിച്ചു കഴിയുമ്പോൾ, നമ്മുടെ ദുരിതങ്ങളെല്ലാം അനുഭവിച്ച് കരഞ്ഞ് 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 തളരുമ്പോൾ ഒരിക്കലും ആ വിളി കേട്ടിട്ട് പോകാതിരിക്കാൻ ആർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. അതാണ് അമ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അമ്മ വിളിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അമ്മയെ ആദ്യം വിളിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ വിളിച്ചിട്ട് നമുക്ക് എന്താ തരിക? ദേവി നമ്മളെ കാത്തിരിക്കും അവിടെ. ദേവി നമുക്ക് എന്താ നൽകുക? അവിടെ ചെല്ലുമ്പം ഒരു പിടി കുങ്കുമമെങ്കിലും അമ്മ നമുക്ക് നൽകാതിരിക്കില്ല. നൽകിയിരിക്കും അമ്മ. അമ്മയുടെ പ്രസാദമാണത്. ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അമ്മ നൽകാതെ നമ്മളെ വിടില്ല. അങ്ങനെ അമ്മ നമ്മളെ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അമ്മ പറയും, മക്കള് പോയിട്ട് വാ. ആ വരവിൽ നമ്മുടെ കൂടെ അമ്മയുണ്ടാവും. അതാണ് അമ്മയുടെ പ്രത്യേകത. മനസ്സിലാവുന്നുണ്ടോ? ആ പ്രത്യേക വാത്സല്യം അനുഭവിക്കാൻ നമ്മൾ ഇന്നു മുതൽ അമ്മയെ വിളിച്ചു തുടങ്ങണം. അമ്മേ എന്ന വിളിക്ക് അമ്മ കാതോർത്തിരിക്കുന്നുണ്ട് ആ തിരുനടയിൽ. അവിടെ പെയ്തൊഴിയാത്ത വേദനകളില്ല, പറഞ്ഞു തീരാത്ത പ്രയാസങ്ങളില്ല. ആ തിരുനടയുടെ കൊടിമരത്തിന്റെ ചോട്ടിലൊന്ന് നിൽക്കുമ്പോൾ കിട്ടറിയാതെ എല്ലാവർക്കും മൂകാംബികയിലെത്താൻ സാധിക്കട്ടെ. ഞാൻ 20-ാം തീയതി 21, 22, 23, 24, 25 മൂകാംബികയിലായിരിക്കും. എന്തിനു വേണ്ടി? നമ്മുടെ നവചണ്ഡികാ ഹോമത്തിന് വേണ്ടി. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന മൂകാംബിക അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിയിരിക്കും, ഒരു സംശയവും വേണ്ട. ഗുരുവായൂർ വരണം എന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പനിയാണ്. അപ്പം 2 ദിവസമായിട്ട്. അപ്പം ഈ പനിയൊക്കെ ഒന്ന് മാറി ഒന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോഴേക്കും മൂകാംബികയിലേക്ക് പോകാനുള്ള സമയമായി. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ വൃന്ദാവന യാത്രയായി. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ ഹൃദയം കൊണ്ട് എന്ത് വിളിക്കണം? അമ്മയെ വിളിക്കണം. അപ്പം അമ്മ നിങ്ങളെ തിരിച്ചു വിളിക്കും. അപ്പം നമ്മൾ ഒരുമിച്ച് പോകും. ഓക്കെ. അപ്പം ഇവിടെ പറയുന്നു, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് ബ്രഹ്മജ്ഞാനം നേടിയവൻ സമൂഹത്തിന് വേണ്ടിയിട്ട് അവന്റെ കുലത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്രാഹ്മണീയ രീതിയിലുള്ള ജീവിതം പൂർണ്ണമാകുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബ്രാഹ്മണർക്ക് നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ ശിബി രാജാവിനെ പോലെയും പ്രധനനെ പോലെയും അംബരീഷിനെ പോലെയൊക്കെ നമുക്കും ഉയർന്ന പുണ്യലോകങ്ങളിലേക്ക് എത്താൻ സാധിക്കും. നമ്മുടെ ഗ്രൂപ്പിലിടാം ഈ പാട്ട്. ഓക്കെ. ഇനി എന്താ പറയുന്നത്? ജ്ഞാനം കൊണ്ട് മോക്ഷപ്രാപ്തി. നമുക്ക് നവംബർ, ഡിസംബർ, ജാനുവരിയിലൊക്കെ ഉണ്ട് നവചണ്ഡികാ ഹോമം. അപ്പൊ ജ്ഞാനം കൊണ്ട് മോക്ഷപ്രാപ്തി അടുത്ത ചാപ്റ്ററാണ് കേട്ടോ. മോക്ഷപ്രാപ്തിക്കാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നമുക്ക് വേണ്ടത് മോക്ഷമാണ്, അല്ലെ? ജീവിതത്തിൽ നമുക്ക് വേണ്ടത് മോക്ഷപ്രാപ്തിയാണ്. അപ്പൊ ഈ മോക്ഷപ്രാപ്തിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ജ്ഞാനം സമ്പാദിക്കുക തന്നെ വേണം. അപ്പൊ ജ്ഞാനം സമ്പാദിക്കുന്നത് എങ്ങനെയാണ്? വേദങ്ങളിലൂടെയാണ്. വേദങ്ങളിലൂടെയും സജ്ജന സംസർഗത്തിലൂടെയാണ് നമ്മൾ മോക്ഷം നമുക്ക് ലഭിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പണ്ടൊരു ചൊല്ലുണ്ട്. എന്താണ്? ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. നമുക്ക് എന്ത് ചാരണം? ചന്ദനം ചാരണം. അതിനെന്ത് ചെയ്യണം? സജ്ജന സംസർഗമാണ് ആദ്യം വേണ്ടത്. നല്ല വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപെടാൻ ശ്രമിക്കുക. അതിൻ്റെ ഗുണമാണ് എന്ത്? നമ്മൾ ഈ ഒരു എന്താ പറയുക, ഗ്രൂപ്പുകൾ,
ഇങ്ങനെയുള്ള നല്ല ഗ്രൂപ്പുകൾ, നമ്മളുടെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കിയിടാനുള്ള കാരണം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം അഡ്മിൻ ഓൺലി ആകുമ്പോൾ വേറെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളൊന്നും വരില്ല. നിങ്ങൾക്ക് അതിൽ രാവിലെ ഗാനാർച്ചന വരും, വൈകിട്ട് ഗാനാർച്ചന വരും, നല്ല നല്ല പ്രഭാതമഞ്ജരി പോലെയുള്ള കോട്സ് വരും, ചിരിക്കാനും ചിന്തിക്കാനും പറ്റിയ നല്ല വിശേഷങ്ങൾ വരും, ആരോഗ്യമഞ്ജരി വരും, വിശേഷപ്പെട്ട ദിവസങ്ങളുടെ കാര്യങ്ങൾ വരും. അങ്ങനെ 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 നമുക്ക് സജ്ജന സംസർഗം നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കി തരും. ഓക്കെ, അപ്പൊ മോക്ഷപ്രാപ്തിയാണ് നമുക്ക് വേണ്ടത് എങ്കിൽ ഒരു ജന്മം മുഴുവൻ അടിച്ചു പൊളിച്ച് തകർത്ത് ജീവിച്ചിട്ട് അവസാന സമയത്ത് ഒരു കാവ്യം എടുത്തിട്ടിട്ട് കഴുത്തിലൊരു എന്താ പറയുക രുദ്രാക്ഷം എടുത്തിട്ടിട്ട് ഞാൻ ഇനി സന്യസിക്കാൻ പോകുന്നു പറഞ്ഞു പോയിട്ട് ഒരു പ്രയോജനവുമില്ല. ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ട് എപ്പോഴൊക്കെ ഈശ്വരനെ അറിയാൻ പറ്റും അങ്ങനെ അറിഞ്ഞുകൊണ്ട് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം എന്ന 4 തത്വങ്ങളിലൂടെ ജീവിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനത്തെ സമ്പാദിക്കണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ജ്ഞാനദേവാ തു കൈവല്യം എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യൻ ജന്മമെടുത്ത് കാലത്തിന്റെ പ്രവാഹത്തിൽ മുങ്ങിയും പൊങ്ങിയും കാലത്തിനൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്നത് ജ്ഞാനത്തിന്റെ തോണിയാണ് എന്നാണ് പറയുന്നത്. എന്താണ്? മനുഷ്യൻ ജന്മമെടുത്ത്, അതായത് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചിട്ട് കാലത്തിന്റെ പ്രവാഹത്തിൽ, കാരണം കാലം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ കടന്നു പോവാണ്, ആ ഒരു സമയത്തിലൂടെ നമ്മളും ജീവിച്ചു പോകുന്നു. അങ്ങനെയുള്ള കാലത്തിന്റെ പ്രവാഹത്തിൽ കൂടി മുങ്ങിയും പൊങ്ങിയും നമ്മൾ കുറെ കഷ്ടപ്പെട്ട്, കുറെ സംസാരിച്ച്, കുറെ കളിച്ച് ചിരിച്ച്, കുറെ കരഞ്ഞു, കുറെ സന്തോഷിച്ച്, കുറെ ഉറങ്ങി, അങ്ങനെ 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 ഇങ്ങനെ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകളോട് കൂടിയാണ് നമ്മുടെ ജീവിതം പോകുന്നത്. ആരും ഒരേ തുല്യമായ അവസ്ഥയിൽ ജീവിക്കുന്നില്ല. ഉണ്ടോ? ഇന്ന് സന്തോഷിക്കുന്നവൻ നാളെ ദുഃഖിക്കുന്നു, നാളെ ദുഃഖിക്കുന്നവൻ മറ്റന്നാൾ സന്തോഷിക്കുന്നു. അങ്ങനെ നമുക്ക് ഒരു ഏറ്റക്കുറച്ചിലുകൾ, നമുക്ക് ഭയങ്കര മഴയല്ല, ഭയങ്കര മഴ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ജീവിതത്തിൽ. അതുകൊണ്ട് ആരും നമ്മുടെ ജീവിതത്തിലെ താഴ്ന്ന അവസ്ഥയെയും ഉയർന്ന അവസ്ഥയെയും നമ്മൾ എന്താ പറയുക വിഷമത്തോടു കൂടി കാണണ്ട. ഇന്നുള്ളവർ നാളെ ഉണ്ടാവില്ല. ഇന്ന് നമുക്കൊപ്പം ഇരുന്ന് ചോറ് കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നവർ നാളെ നമുക്കൊപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒന്നുകിൽ അവരായിട്ട് വഴക്കിട്ട് പോകാം, അല്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് തന്നെ പോകാം. അപ്പോൾ ഒരാളും ഒന്നും ഈ ഭൂമിയിൽ ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളൊരു യാത്രയിലാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ട്രെയിൻ കയറി മറ്റൊരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ആ ട്രെയിനിൽ ഒരുപാട് പേരുണ്ട്. 1-2 പേരെ കാണും, 1-2 പേരെ വളരെ ക്ലോസ് ആയിട്ട് പരിചയപ്പെടും, ചിലപ്പോൾ ആരെയും പരിചയപ്പെടില്ല. ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഇറങ്ങിപ്പോവും. നമ്മളും നമ്മുടെ സ്ഥലമാകുമ്പോൾ ഇറങ്ങിപ്പോവും, അല്ലെ? അതൊരു യാത്രയാണ്. ആ ഒരു യാത്ര പോലെയാണ് നമ്മുടെ ജീവിതം. പലരും ഉണ്ടാവും, പലരും പോവും, പലരും വരും. ഇതൊന്നും നമ്മൾ കുറേ ഒന്നും മൈൻഡിൽ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ കാലത്തിനനുസരിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ ബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്നത് എന്താണ്? ജ്ഞാനത്തിന്റെ തോണിയാണ്, അറിവിന്റെ തോണിയാണ്. അപ്പൊ ആ അറിവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഒന്നും ശാശ്വതമല്ല, എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. അത് ബന്ധങ്ങളായാലും ശരി, ബന്ധുക്കളായാലും ശരി, മിത്രങ്ങളായാലും ശരി, ആരായാലും ശരി. അപ്പം ഈ ഒരു അറിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ ശാശ്വതമായിരിക്കുന്നത് സാക്ഷാൽ ഈശ്വരൻ മാത്രമാണ് എന്നുള്ള വസ്തുതയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. അങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു ജ്ഞാനത്തിന്റെ തോണി, ആ തോണിയിലാണ് നമ്മൾ കയറേണ്ടത്. ആ തോണി എന്താണ്? ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങളിൽ കയറിയിരുന്നാൽ ചുറ്റുപാടുള്ള സമസ്തമായിരിക്കുന്ന കാര്യങ്ങളും എന്താണ്? ശാശ്വതമല്ല എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാവും. അതിനെയാണ് നമ്മൾ മഹാഭാരതത്തിൽ ഇന്നലെ ക്ലാസ്സിൽ പഠിച്ച വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. ഈ വിശേഷ ബുദ്ധിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. ഓക്കെ, ജ്ഞാനിക്ക് മാത്രമേ ബുദ്ധിയാവുന്ന പങ്കായം കൊണ്ട് തുഴഞ്ഞ് മറുകരയിലേക്ക് എത്താനും മറ്റുള്ളവരെ എത്തിക്കാനും കഴിയുകയുള്ളൂ. ഒരു ജ്ഞാനിയല്ലാത്ത വ്യക്തി എന്താ പറഞ്ഞു കൊടുക്കുക? നീ എന്തിനാ ഇങ്ങനെയാവണത്, നീ എന്തിനാ അങ്ങനെയാവണം, അങ്ങനെയാക്കൂ ഇങ്ങനെയാക്കൂ എന്ന് നമ്മളെ വഴിതിരിച്ചു വിടും. ഒരു ജ്ഞാനിയാകുന്ന വ്യക്തി എന്താ ചെയ്യുക? കൂടെ നിന്നുകൊണ്ട് നമുക്ക് നല്ല വഴി ഉപദേശിച്ചു തരും. നീ തളരരുത്, സമാധാനത്തോടെ മുന്നോട്ട് പോവുക. നിനക്ക് ഇതൊന്നുമല്ല ചെയ്യാനുള്ളത്. മുമ്പൊരിക്കൽ എനിക്ക് വളരെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ മഞ്ജരീസുമായി മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും തളർന്ന അവസ്ഥയിൽ, ഇനി ഇതൊന്നും വേണ്ട എന്ന് ചിന്തിച്ച അവസ്ഥയിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് എന്നോട് പറഞ്ഞത്, ഇല്ല, നിന്നെ കൊണ്ട് ഈ ട്രസ്റ്റുമായി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഇതൊന്നുമല്ല. നാളെ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ഒറ്റയ്ക്കൊരു ക്ലാസ് പോലും എടുക്കാൻ കഴിയില്ല, പരസഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ അത് നിന്റെ ചിന്താഗതി.
പക്ഷെ നിന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയ എനിക്കറിയാം നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കും. നീ മുന്നോട്ട് പോകൂ. ഇപ്പൊ ചുറ്റുപാടുള്ള ഒരു കാര്യത്തിലും നീ പതറിപ്പോവരുത്, വീണു പോവരുത്. നാളെ നീ ഒറ്റയ്ക്ക് ക്ലാസ് എടുക്കുന്നത് കാണാൻ ഞാനും ആ ലൈവിൽ വരും എന്ന് പറഞ്ഞ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എനിക്കുണ്ട്. ആ ആത്മാർത്ഥ സുഹൃത്തിന്റെ പിൻബലം കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ 80 പേരും 88 100 പേരോളം ഇരുന്നിട്ട് ഈ ലൈവ് കാണുന്നത്. അറിയാമോ? അപ്പോൾ നമുക്ക് ജീവിതത്തിൽ 1000 ആളുകൾ വേണ്ട, ഒരാൾ മതി. ഈശ്വരന്റെ വാക്ക് പോലെ ആ ഒരൊറ്റ വ്യക്തി മതി. പക്ഷേ ഒരു സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയണം, എപ്പോഴും ആ തണലിൽ പോലും നമുക്ക് ജീവിതം ശാശ്വതമല്ല എന്ന്. ഒരു സമയം വരുമ്പം ആ വ്യക്തിയും ഒരു കാലഘട്ടത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പോഴും നമുക്ക് എന്താ വേണ്ടത്? ഈശ്വരനെ മുറുകെ പിടിക്കുക. ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഓരോരോ സ്റ്റെപ്പുകളാണ് അതൊക്കെ. അപ്പൊ ആ സ്റ്റെപ്പുകളിലൂടെ കയറി 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 നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കണം. അങ്ങനെ എത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടുന്നത്. ജയ് ശ്രീ രാധേ രാധേ പ്രഭു. എത്തുന്നത് അങ്ങനെ എത്തുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നുള്ളൂ. എപ്പോഴും നമ്മൾ ഒരാളുടെ കൈ പിടിച്ചു ഇങ്ങനെ 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 പോവാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഇന്ന് നമ്മുടെ മക്കളുടെ പിന്നാലെ നമുക്ക് ഓടാൻ പറ്റും. 90 വയസ്സായി കിടപ്പിലാവുന്ന നമ്മൾ എങ്ങനെ നമ്മുടെ മക്കളുടെ പിന്നാലെ ഓടാൻ പറ്റും? അപ്പൊ പറയാം, അപ്പൊ അവർക്ക് അത്രയും വയസ്സായില്ലേന്ന്. എത്ര വയസ്സ് നമ്മുടെ മക്കൾക്ക് ആയാലും നമുക്ക് അവർ കുട്ടികൾ തന്നെയാണ്, ഇല്ലേ? അല്ലാതെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കുട്ടികൾ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? ചെറിയൊരു പനി. അപ്പൊ എന്താ വേണ്ടത്? നമ്മൾ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് നമുക്ക് പോകാൻ ഒരു പ്രചോദനം ആവശ്യമാണ്. ആ പ്രചോദനമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വൃന്ദാവനം കാണാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ട്. സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? സമയമുണ്ട്. നമുക്ക് ഓരോ മണ്ണിലും കാല് വെക്കാനുള്ള സമയം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളാണ് ആഗ്രഹിക്കുന്നത്. ഈശ്വരൻ അതിനൊരു സമയം അനുവദിക്കണം, അല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു, എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആ നല്ല വ്യക്തി ദിവ്യയാണോ? ദിവ്യ അന്ന് ഉണ്ടായിരുന്നില്ല. ദിവ്യ കുറച്ച് നാൾ മുമ്പേ വന്നതാണ്. പക്ഷെ ദിവ്യയും ഒരു പ്രചോദനമാണ്. നിങ്ങൾ ഓരോരുത്തരും പ്രചോദനമാണ്. പക്ഷെ അതിലെല്ലാത്തിലും ഉപരി നമുക്കൊരു സൗഹൃദം ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ എല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ആ സമയത്തിലൂടെ സഞ്ചരിച്ചാലേ നമുക്ക് കാര്യങ്ങൾ എത്താൻ പറ്റും. നമ്മൾ ചാടി പിടിച്ച് എടുത്ത് ചാടിയിട്ട് ഒരു പ്രയോജനവുമില്ല. ഓക്കെ, ഇനി എന്താ പറയുന്നത് ഇവിടെ? സ്വഭാവശുദ്ധിയും ആത്മസംയമനവും സത്കർമ്മങ്ങളും ഉള്ളവന്റെ മനസ്സ് അവന് സാധ്വീനമായിരിക്കും, അല്ലേ? മാതാജി പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നു. തീർച്ചയായും നമുക്ക് വേണ്ടത് നമ്മളെ മനസ്സ് നമ്മുടെ കൺട്രോളിൽ വേണമെങ്കിൽ, എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നമുക്ക് സ്വഭാവശുദ്ധിയാണ്. ആത്മസംയമനം, എടുത്തുചാട്ടമില്ലാതിരിക്കുക. സ്വഭാവശുദ്ധി എന്ന് പറഞ്ഞാൽ എന്ത് നടന്നാലും അത് മറ്റൊരാളുടെ മേലിൽ പഴി ചാരരുത്. ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടായി, ഞാൻ കാരണമല്ല, അത് അവര് കാരണം, അവരാണ് അതിന് റീസൺ, അവര് കാരണം, ഞാൻ അത് ഇത് എന്ന് പറഞ്ഞ് നമ്മൾ വേഗം മറ്റൊരാളുടെ നേരെ നമ്മൾ എന്ത് ചെയ്യണം? കൈ ചൂണ്ടും. തെറ്റാണ്. നമ്മളും എന്ത് കാരണത്തിനും ഒരു പങ്കാളിയാണ്. എന്ത് സംഭവിച്ചാലും നമ്മളും അതിനൊരു പങ്കാളിയാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ നമ്മളൊരു പങ്കാളിയായി മാറിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇല്ല, കുഴപ്പമില്ല മന്ത്രി, ഞാൻ ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരിക്കലും നമ്മൾ മറ്റൊരാളെ നേരെ വിരൽ ചൂണ്ടരുത്. അത് തെറ്റാണ്. ഏത് സാഹചര്യത്തിലും നമ്മൾ നമ്മളെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുക. ഓക്കെ, സൽക്കർമ്മങ്ങൾ നമ്മൾ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇന്ന് എന്തെങ്കിലും ഒരു നന്മ ഒരാൾക്കെങ്കിലും ചെയ്യാൻ സാധിക്കണം എന്ന മനസ്ഥിതിയോടുകൂടി എഴുന്നേൽക്കുക. അല്ലെങ്കിൽ നേരം വെളുക്കട്ടെ, ഞാൻ കാണിച്ചു കൊടുക്ക ഞാൻ എന്ന ഭാവത്തിൽ എഴുന്നേൽക്കരുത്. അത് നമ്മളിൽ തന്നെ അനാവശ്യമായിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ നിറച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരം വെളുത്ത് കണ്ണ് തുറക്കുമ്പോൾ, ഈശ്വര, ഈ ഒരു ദിവസം അങ്ങ് തന്നല്ലോ, ഈ പ്രപഞ്ചത്തെ ഇന്ന് കാണാൻ എനിക്ക് സാധിച്ചല്ലോ, 1000 നന്ദി എന്ന ഭാവത്തോടെ എഴുന്നേറ്റിട്ട് എൻ്റെ ഇന്നത്തെ ജീവിതം ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും പോട്ടെ, ഒരു പക്ഷി മൃഗാദികൾക്ക് ഒരു നേരത്തെ വെള്ളമോ ഭക്ഷണമോ കൊടുക്കാൻ വേണ്ടിയുള്ളതാണെങ്കിലും അങ്ങനെയെങ്കിലും ഉപകരിക്കണേ. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയെങ്കിലും സ്നേഹത്തോടെയുള്ളൊരു ചെറു പുഞ്ചിരിയെങ്കിലും ആത്മാർത്ഥതയോടെ കൊടുക്കാൻ സാധിക്കണം. അല്ലാതെ അയ്യോ അമ്പിളി മാതാജി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കശു ആരുടെങ്കിലും മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കണം ഈ എന്ന് ചെയ്യരുത്. ഹൃദയം കൊണ്ട് ചിരിക്കും. ഹൃദയം കൊണ്ട് ചിരിക്കുമ്പം അത് നമ്മുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കും.
അല്ലാണ്ട് എങ്ങനെ ആർത്തട്ടഹസിച്ച് ചിരിച്ചാലും കാണാൻ സാധിക്കില്ല. മനസ്സിലാവുന്നു? അപ്പോൾ ഒരു പുഞ്ചിരി അത് ഹൃദയം കൊണ്ടാണെങ്കിൽ ആ പുഞ്ചിരിക്കൊരു വശ്യതയുണ്ട്. ആ വശ്യതയിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അറിയാതെ അവരും ചിരിച്ചു പോകും. അപ്പം മനസ്സിലാവുന്നുണ്ട്? അപ്പം അങ്ങനെ നമ്മൾ എന്താ ചെയ്യുക, ഒരാൾക്കെങ്കിലും ഒരു നല്ല പുഞ്ചിരിയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു പുഞ്ചിരി കൊടുത്തിട്ടെങ്കിലും സമാധാനമുള്ളൊരു ദിവസമാക്കി നമ്മൾ നമ്മുടെ ഓരോ ദിവസത്തെയും മാറ്റുക. ഇന്നലെ വരെ രാത്രി കിടക്കുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം ഇന്നലത്തെ രാത്രിയോടുകൂടി അവസാനിപ്പിക്കുക. അത് ഇന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റിരുന്ന് ആലോചിക്കേണ്ട. കാരണം എന്താ, ഇതിനേക്കാൾ വലിയ പ്രശ്നം നാളെ വരാനുണ്ട്, ഇല്ലേ? അപ്പം ഇന്നലത്തേതും ആലോചിക്കും, ഇന്നും ചെയ്യും, നാളെയും ചെയ്യാന്ന് പറയും. ഭയങ്കര പ്രശ്നം. നമ്മൾ തന്നെ ഒന്നും അല്ലാതെ ആയിപ്പോവും. അപ്പം അതൊന്നും വേണ്ട. സമാധാനത്തോടെ ശാന്തിയോടുകൂടി മുന്നോട്ട് പോവുക. ഏറ്റവും നമ്മൾ കാരണം ഒരാൾ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്താണ്? ഞാൻ അങ്ങനെ ചിന്തിക്കുക. നമ്മൾ കാരണം ഒരാൾക്ക് മാതാജി സമാധാനമായി എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആഗ്രഹമുണ്ട് എല്ലാവരുടെയും കോൾസും എടുക്കാൻ. പക്ഷെ ഇതാണ് അവസ്ഥ. ദിവ്യമാതാജിക്ക് ഒരുപാട് വർക്കുണ്ട് അവിടെ. ഒത്തിരി പാവത്തിന് ജോലിയുണ്ട്. ബിന്ദുമ്മയെ മാത്രം കിച്ചണിലിട്ടാൽ ശരിയാവില്ല. ഇത്രയും ഭഗവാന്മാരുടെ കാര്യം നോക്കാനുണ്ട്, എൻ്റെ ജോലി നോക്കാനുണ്ട്, ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്, അല്ലേ? അപ്പം എല്ലാം കൂടി ആവുന്ന സമയത്ത് ചില സമയത്ത് കണ്ടു ഡോക്ടർ കണ്ടു എല്ലാം കൂടി ആവുന്ന സമയത്ത് നമുക്ക് എന്താണ്, സമയം മതിയാവാതെ വരും. അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും എനിക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. എങ്കിലും പരമാവധി ഞാൻ അതിനെല്ലാം ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കാരണം ഒരാൾക്ക് സമാധാനം കിട്ടുന്നുവെങ്കിൽ, ഒരാൾ സ്വസ്ഥമായി ഉറങ്ങുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ എന്താ ഉള്ളത് ഈ ലോകത്ത്? ഒന്നുമില്ല, അല്ലേ? നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമുള്ളതാവരുത്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതും കൂടിയാണ്. അതാണ് വേണ്ടത്. ഒരാളൊന്ന് തളരുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവര് അനുഭവിക്കുന്ന ഒരു ആശ്വാസമുണ്ട്, ഇല്ലേ? സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സങ്കടം വന്നു, നമ്മൾ കരയാണ്, ഓടി വന്ന ഒരാളെ നമ്മളെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. കരയില്ലടാ, പോട്ടെ, സാരില്ല, ക്ഷമയോടെ ഇരിക്കുക, സമാധാനിക്കുന്ന, എന്താ ഇങ്ങനെ, നമ്മൾ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അങ്ങ് ഹൃദയത്തോടു കൂടി ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, ഇല്ലേ? എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം തന്ന്, ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് അവരെ കൈകൊണ്ട് വിളമ്പി തന്നു, കഴിക്കും എന്ന് പറഞ്ഞ് കൂട്ടിരിക്കുമ്പോൾ, ഞാനുണ്ട് നിന്നെ കേൾക്കാൻ, ഞാൻ നിന്നെ കേൾക്കുന്നുണ്ട്, നിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്, നീയാണ് ശരി എന്ന് നമ്മുടെ മുഖത്ത് നോക്കി ആ തളർന്ന അവസ്ഥയിൽ പറയുമ്പോൾ നമ്മൾ പുനർജനിക്കുകയാണ് ചെയ്യുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്ന്, അല്ലേ? ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് ഉണരുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആ ഒരു പ്രശ്നം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കിക്കേ, സാരല്ലേ ചെയ്യാം മാതാജി, നമ്മൾ ആ പ്രശ്നത്തിൽ നീ തന്നെ കാരണം, നീ ഒറ്റൊരുത്തിയാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, മന്ത്ര ബോക്സ് പുറത്താണ് അത് ഓണായിരിക്കുന്നത്. ഇവിടുത്തെ മന്ത്ര ബോക്സ് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഓഫ്, ക്ലാസ് എടുക്കുന്നുണ്ട് ബീന മാതാജി. ഇത് വെച്ചാ ക്ലാസ് എടുക്കാൻ പറ്റില്ല. ക്ലാസ് കഴിഞ്ഞാൽ ഇത് ഓണാക്കും. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ വല്ലാണ്ട് തകർന്നു പോകും, അല്ലേ? നമ്മളൊരു പ്രശ്നത്തിൽ ഇട്ടിങ്ങനെ കുറ്റപ്പെടുത്തി, അപ്പൊ നമ്മൾ എന്താ പറയുക, ഒന്ന് ഇറങ്ങി പോണോണ്ട് എന്നെ മുന്നേ നമ്മൾ വയലന്റ് ആവും. അപ്പോൾ ഈ വയലൻസ് അല്ലാതെ നമുക്കൊരു നല്ല ഒരു സമാധാനം കിട്ടുന്നിടത്ത് നമ്മൾ വീണ്ടും പുനർജനിക്കും. അപ്പൊ അത് കാരണം നമ്മൾ ചെയ്യേണ്ടതായോ, എപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായി മാറുക, ഒരു സമാധാനമായി മാറുക, അവരെ കേൾക്കാൻ ശ്രമിക്കുക, ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക, അവരുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുക. നമ്മൾ കൊടുക്കുന്ന ആ ഒരു സാന്ത്വനമായിരിക്കും അവർക്ക് വർഷങ്ങളോളം മുന്നോട്ട് ഏറ്റവും നല്ല പൊസിഷനിൽ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം. പക്ഷേ ആ അനുഗ്രഹം അവർക്ക് കിട്ടുമ്പോഴും ചിലപ്പോൾ അവർ നമ്മളെ മറന്നു പോയിട്ടുണ്ടാവും. അവിടെയും നമ്മളെ പരിതപിക്കരുത്. കാരണം എന്താ, നമ്മൾ മുന്നോട്ട് പോവുക. ഇനിയും നമുക്ക് അവരെ പോലെ 100,000 പേരെ ആശ്വസിപ്പിക്കാനുണ്ട്, സ്നേഹിക്കാനുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോവുക. അതാണ് ഇവിടെ പറയുന്നത്, മനസ്സും ബുദ്ധിയും വാക്കും സ്വാധീനമാക്കിയവന് ആത്മജയം എളുപ്പമായിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സും ബുദ്ധിയും ഒക്കെ നമ്മൾ നമ്മുടെ ഒരു കൺട്രോളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ആത്മജയം ലഭിക്കും. കാരണം നമുക്ക് നമ്മളെ തന്നെ ജയിക്കാൻ സാധിക്കും.
അല്ലാതെ കുറേ പണം കൂട്ടി വെച്ചിട്ട് ഞാൻ 60 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഇത്രയുണ്ട് അത്രയുണ്ട്, ഞാൻ ഇന്ന ആളാണ് ഇതാണെന്ന് പറഞ്ഞാൽ അത് ആത്മജയമല്ല, ആത്മതോൽവിയാണ്, ഭൂലോക തോൽവിയാണത്. അപ്പൊ അങ്ങനെയുള്ളൊരു ജീവിതമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താ? ഒന്നുമില്ലെങ്കിലും, ഒന്നും നമ്മുടെ സ്വന്തമായില്ലെങ്കിലും സർവ്വതും നമ്മുടെ സ്വന്തമായിരിക്കണം. മനസ്സിലാവുന്നത്? ആത്മജയം കൈവരിക്കാൻ സാധിക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്താണെന്നറിയോ? ഇല്ല കുഴപ്പമില്ല, ഓക്കെയാണ്, അത് മാറും. ഇതിപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ ഞാനിവിടെ ഇങ്ങനെ തേരാപ്പര നടക്കും. അപ്പം അതുകൊണ്ട് ആ സമയം കൊണ്ട് ക്ലാസ് എടുക്കാൻ. അപ്പോൾ നമുക്ക്, ഞാൻ എന്നും ആലോചിക്കുന്ന ഒരു കാര്യം, പല ഗ്രൂപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഞാൻ ഒരിക്കലും എൻ്റെ ഫിലിം ഇൻഡസ്ട്രിയുടെ സീരിയൽ കുടുംബത്തിൽ, ഇന്ന് പ്രദോഷവും ഇന്നലെ ഏകാദശിയൊക്കെ ആയിരുന്നില്ല, അതുകൊണ്ടാണ് കഴിക്കാത്തത്. അപ്പോൾ ഞാൻ ഒരിക്കലും അത് സംസാരിക്കുകയും ചെയ്തു. ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ വന്നാൽ, പിറന്നാൾ വന്നാൽ നമ്മൾ എന്താ ചെയ്യാം? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറൊക്കെ അയച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു തലയിലൊരു ക്യാപ്പൊക്കെ വെച്ച്, ഒന്നുകിൽ നമ്മളത് എന്താ ചെയ്യുക, സ്റ്റാറ്റസ് ഇടും, ഇല്ലെങ്കിൽ നമ്മളത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മൾ പൊതുവെ ചെയ്യുക. ഇനി ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? ആലോചിച്ച് നോക്കൂ നിങ്ങൾ നന്നായിട്ട്. ഞാനത് പറഞ്ഞ കാര്യമാണ് സീരിയൽ കുടുംബത്തിൽ. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക? ആദരാഞ്ജലികൾ ഇടും. പിന്നെ അതിൻ്റെ അടിയിൽ വാതോരാത്ത വാക്കുകൾ കൊണ്ട് എഴുതുന്ന ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ ആൾക്കാർ എഴുതി കൂട്ടും. എന്താ എഴുതി കൂട്ടാം? അയ്യോ അവൻ എനിക്ക് അങ്ങനെയായിരുന്നു, എൻ്റെ അച്ഛനെ പോലെയായിരുന്നു, എൻ്റെ ചേട്ടനെ പോലെയായിരുന്നു, ചേട്ടൻ തന്നെയായിരുന്നു, നിന്റെ വിയോഗത്തിൽ ഞാൻ തളർന്നു പോയി, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഞാൻ തകരുന്നു, എനിക്ക് അങ്ങനെ ഇങ്ങനെ, നിന്റെ ഓർമ്മകൾ, അത് ഇത് തേങ്ങ മാങ്ങ ചേമ്പ് കുറേ അങ്ങോട്ട് എഴുതി കൂട്ടും. ഇതാ വ്യക്തി കേൾക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ടോ? ഇല്ല. ചിന്തിക്കൂ. എന്നാൽ ആ വ്യക്തിയുടെ പിറന്നാളിനോ ഒരു പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ പോലും നമ്മൾ മറന്നു, ഇല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല. HBD ഹാപ്പി ബർത്ത്ഡേ, ഇല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയതിൻ്റെ താഴെ ഒരു വര വരച്ചിട്ട് ഒരു ലവ് ഇട്ടു. ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നു, ഒരു വ്യക്തി മരിച്ചു പോയിട്ട് അവരെക്കുറിച്ച് വാതോരാതെ എഴുതുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് അവരുടെ പിറന്നാൾ ദിനത്തിൽ അവരെക്കുറിച്ച് 4 നല്ല വാക്കുകൾ എഴുതുന്നത്. അവർ നമ്മൾക്ക് എന്തായിരുന്നു എന്നുള്ളത് അവർ മരിച്ചതിന് ശേഷം ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർ കേൾക്കെ, അവർ കാണേ, അവർ നമുക്ക് എന്താണെന്ന് നമ്മൾ വെളിപ്പെടുത്തുന്നത്. സാരല്ലേ പ്രമോദ് പ്രഭു? ചിന്തിക്കൂ നിങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രമോദ് JS മത്തിൽ എന്താണ് എന്തോ സംതിങ്, എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല, കണ്ണ് എരിഞ്ഞിട്ടിരിക്കുന്നു കോൾഡ് കാരണം. എന്തായാലും പ്രമോദ് JS. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊരു നല്ല മീൻസ്, ഞാൻ പറയാണ്, നമ്മളൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ ആണ് കേട്ടോ, അദ്ദേഹം അതിലൊരു മെമ്പർ ആണെങ്കിൽ, അദ്ദേഹവും ഞാനും കുറേ നാളത്തെ അടുപ്പമുണ്ട് എങ്കിൽ, അയ്യോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അദ്ദേഹത്തിന്, ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യ കേൾക്കുമ്പോൾ ഒരിക്കലും ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ അവനറിയാം എന്നൊന്നും ചോദിക്കരുത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ല, പക്ഷേ ഞാൻ പറയുകയാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം എങ്കിൽ, അല്ലെങ്കിൽ കുറേ നാൾ ഒരുമിച്ച് വർക്ക് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു പിറന്നാൾ വരുമ്പോൾ ഞാൻ നേരെ ആ ഗ്രൂപ്പിൽ കയറിയിട്ട്, പ്രമോദ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഒരുപാട് നാളായിട്ട് ഞങ്ങൾക്കറിയാം, ഞാൻ പല സാഹചര്യത്തിലും തളർന്നു പോയപ്പോൾ എനിക്ക് കൂട്ടായിരുന്നൊരു സുഹൃത്താണ്, എൻ്റെ സഹോദരന് തുല്യമാണ്, അല്ലെ സഹോദരൻ തന്നെയാണ് പ്രമോദ്, ഞാൻ ഒരിക്കലും നിന്നെ മറക്കില്ല, നീയാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ ആ നല്ല സ്വഭാവത്തെ നമ്മൾ അവിടെ എഴുതി കാണിക്കുമ്പോൾ ആ വ്യക്തിക്കുള്ളിൽ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു അഭിമാനമുണ്ട്. ആ വ്യക്തിയെ ഇനിയും അത് പ്യൂരിഫൈ ചെയ്യും, ഇല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കേണ്ടതെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കുക. അല്ലാതെ ആ വ്യക്തി ലോകത്തു നിന്ന് പോയതിനു ശേഷം കുറേ എഴുതി കൂട്ടിയിട്ട് പ്രയോജനമില്ല. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമുക്ക് ആത്മജയം എന്ന് പറയുന്നത്. ഈ ആത്മജയമാണ് നമ്മൾ നേടേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കുക. ക്ലിയർ? അപ്പോൾ ഇനി പിറന്നാൾ സമയങ്ങൾ വരുമ്പോൾ നമ്മുടെ മഞ്ജരീസ് കുടുംബങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് എന്താണോ അവർ നമുക്ക് അത് അവർക്ക് ആ സമയം ഗിഫ്റ്റായി കൊടുക്കുക. നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന സമസ്ത ഭൗതിക സാധനങ്ങളെക്കാൾ വാല്യൂ ഉണ്ടാവും ആ റൈറ്റപ്സ്, ആ എഴുത്തുകൾ. മനസ്സിലായില്ലേ? ആ എഴുത്തുകൾ
അത്രയും വാല്യുബിൾ ആയിരിക്കുന്നത്. അത് അവരുടെ ഹൃദയത്തിൽ എന്നെന്നും തട്ടും. അവരത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കും. ഇനിയും അവരെ അത് ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ജീവൻ ഈ ശരീരമാകുന്ന രഥത്തിൽ കയറി യാത്ര തുടരുകയാണ്. ശരിയല്ലേ? നമ്മളെ ജീവൻ എന്ന് പറയുന്നത്, തങ്കമണി മാതാജി ഹസ്ബൻഡിന് എങ്ങനെയുണ്ട്? ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോ ജീവൻ ഈ ശരീരമാകുന്ന, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ഒരു വണ്ടിയാണ്, ഒരു രഥമാണ്. ആ രഥത്തിൽ കയറിയിട്ട് ജീവൻ എന്താ ചെയ്യുന്നത്? യാത്ര ചെയ്യാണ്. ഇങ്ങനെ യാത്ര ചെയ്യാണ്, അല്ലെ? അത് മാറും മാതാജി. യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുഞ്ഞായി വലുതായി നമ്മുടെ എന്താ പറയാ, ശൈശവം കഴിഞ്ഞ് യൗവനം കഴിഞ്ഞ്, യൗവനല്ല, കൗമാരം കഴിഞ്ഞ് യൗവനം കഴിഞ്ഞ് വാർദ്ധക്യം, അങ്ങനെ 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 നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ബ്രഹ്മപ്രാപ്തിയാണ് യാത്രയുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താ? കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുക, വലിയ 2 നില വീടുണ്ടാക്കി വെക്കുക, ഒരു ബെൻസ് കാറൊക്കെ വാങ്ങിയിടുക. ഇതൊക്കെയായിരിക്കും ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത്. നമ്മൾ മഞ്ജരീസിലുള്ളവർ കണ്ടില്ലെങ്കിലും സാധാരണ വ്യക്തികൾ കാണുന്നത്. പക്ഷേ ഇല്ല, കുഴപ്പമില്ല പ്രഭു. അപ്പൊ പക്ഷേ ബ്രഹ്മപ്രാപ്തിയാണ് ആത്മാവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെ? ബ്രഹ്മപ്രാപ്തി, ബ്രഹ്മത്തിലേക്ക് എത്തുക. അതിനാണ് ആത്മാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരം സഞ്ചരിക്കുന്നതോ ഈ ലോകത്തിലുള്ള എല്ലാം എങ്ങനെ നേടിയെടുക്കാം, അടുത്തവന്റെ കയ്യിലിരിക്കുന്നത് എങ്ങനെ നേടിയെടുക്കാം, എങ്ങനെ അവനെ വഞ്ചിക്കാം, അല്ലെ നമ്മളോടൊരു തെറ്റ് ചെയ്തവനെ എങ്ങനെ 4 എണ്ണം പറയാം. ഇതാണ് ശരീരത്തിന്റെ ലക്ഷ്യം. അത് പാടില്ല. ബ്രഹ്മപ്രാപ്തി, അതിന് നമ്മൾ എന്താ വേണ്ടത്? ആത്മജയം വേണം. ആത്മജയം എങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചു, അല്ലെ? ദേഹത്തിലുള്ളതെല്ലാം രഥത്തിന്റെ ഓരോ അവയവങ്ങളാണ്. ഞാൻ 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 എന്ന് 100 വട്ടം പറയുമ്പോൾ നമ്മുടെ കൈയും കാലും കണ്ണും മൂക്കും നാക്കും ഒക്കെ എന്താ? രഥത്തിന്റെ അവയവങ്ങളാണ്. രഥം ഇങ്ങനെ 2 ചക്രവും അതും ഇതൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ രഥത്തിന്റെ അവയവങ്ങളാണ് എന്ത്? നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ. വിജ്ഞാനമാണ് സാരഥി. ആ രഥത്തിന്റെ ഉള്ളിൽ എന്താ ഇരിക്കുന്നത്? വിജ്ഞാനം ഇരിക്കുന്നുണ്ട്, അറിവിരിക്കുന്നുണ്ട്. ഈ അറിവാണ് രഥത്തെ ഓടിക്കുന്നത്, അത് ശരീരത്തെ ഓടിക്കുന്നത്. ഒരു അറിവ് സാരഥിയായിരിക്കുന്ന, ജ്ഞാനം സാരഥിയായിരിക്കുന്ന ഒരു രഥം, ഒരു ശരീരം ഒരിക്കലും തെറ്റ് ചെയ്യില്ല. സപ്പോസ് ചെയ്തു പോയാൽ പോലും ആ തെറ്റിൽ നിന്ന് ഉണർന്ന് പ്രവർത്തിക്കും, അത് തിരുത്തി പ്രവർത്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? തിരുത്തപ്പെടും ആ തെറ്റ്. അല്ലാതെ ആ തെറ്റിൽ തന്നെ ഇരുന്നിട്ട് വീണ്ടും 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 തെറ്റിൽ പോവില്ല. അത് വിഡ്ഢിയാണ്. അറിവില്ല, അറിവുള്ള ഒരു വ്യക്തി, അറിവിനെ സാരഥിയാക്കിയ ശരീരം അല്ലെങ്കിൽ രഥം ഒരിക്കലും പിന്നീട് ആ തെറ്റ് ആവർത്തിക്കില്ല. ത്യാഗവും ശ്രദ്ധയും ആത്മസംയമനവും നമ്മുടെ യാത്രയെ സഹായിക്കുന്ന കൂട്ടുകാരാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ത്യാഗം വേണം. നമുക്ക് ഒരുപാട് ത്യാഗം സഹിക്കണം. നമ്മൾ എൻ്റെ പൊന്നു മാതാജി, ത്യാഗം എന്നുള്ളൊരു വേർഡ് പറയരുത്. അത്രയും സഹിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത്രയും സഹിച്ചിട്ടുണ്ട് ജീവിതത്തിൽ, അല്ലെ? എന്തൊക്കെ ഇനി ഇല്ല മാതാജി ത്യാഗം. ത്യാഗത്തിന്റെ ടോപ്പസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതേ ഇവിടെ നോക്ക് ഞങ്ങളാണ് എന്ന് പറയാൻ മഞ്ജരീസ് കുടുംബം റെഡി ആയിരിക്കണം. നിങ്ങളുടെ മിക്ക ആളുകളുടെയും ജീവിതകഥ എനിക്കറിയാം. മനസ്സിലായില്ലേ? അത്രയും ജീവിതകഥ എനിക്കറിയാം. ഞാൻ വരുന്നുണ്ട് വൈഷ്ണവി ടെമ്പിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ കുറച്ച് തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് വരും. അപ്പോ നമ്മള് ത്യാഗം ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം ത്യാഗം സഹിക്കാൻ പറ്റുമോ അത്രത്തോളം ത്യാഗം സഹിക്കുക. അതുകൊണ്ട് നേട്ടമേ ഉണ്ടാവും. ഒരിക്കലും ഒരു കുറവ് നമുക്ക് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? പിന്നെന്താ പറയുന്നത് നമ്മളോട്? ത്യാഗം സഹിക്കുന്നതോടൊപ്പം ശ്രദ്ധ. ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധ എന്ന് പറയുന്നത്. എന്തൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ മുമ്പേയും 1 വട്ടമോ 2 വട്ടമോ ഒന്ന് ആലോചിക്കുക. മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ശ്രദ്ധയോടുകൂടി ജീവിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ത്രീകൾക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്നറിയാമോ? സ്ത്രീകൾ ചെയ്യുന്നൊരു വിഡ്ഢിത്തരമുണ്ട്. അവർ രാവിലെ എണീറ്റ് അങ്ങ് ജോലിക്ക് പോകും. വീട്ടിലെ ജോലി എല്ലാം ഒതുക്കിയിട്ട് അവർ ജോലിക്ക് പോകും. ജോലിക്ക് പോയിട്ട് അവരെന്താ ചെയ്യുക? ശമ്പളം മേടിക്കും. ശമ്പളം മേടിക്കുമ്പോൾ അയ്യോ എൻ്റെ ചേട്ടനൊരു നല്ല ഷർട്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കണം, എന്നിട്ട് ഏറ്റവും നല്ല ഷർട്ടും മുണ്ടും പോയി വാങ്ങിച്ചു കൊടുക്കും. മക്കൾക്ക് ഒന്നുമില്ല, മക്കൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, മക്കൾക്ക് ചെയ്തു കൊടുക്കും. കല്യാണം കഴിച്ചു വിട്ട മോളോ പാവം മോൾക്കും ചെയ്തു കൊടുക്കും. വരാം വൈക്കത്ത് വരാം മാതാജി. മോൾക്കും ചെയ്തു കൊടുക്കും. ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യുക? ആ കിട്ടിയ 10, 15, 20 മുഴുവൻ അങ്ങ് ചെയ്യും. മക്കൾക്കും മരുമക്കൾക്കും അമ്മയ്ക്കും അച്ഛനും അവർക്കും ഇവർക്കും ചുറ്റിനും അങ്ങോട്ട് ചെയ്യും. എന്നിട്ടോ അവസാനം പെൻഷൻ പറ്റുമ്പോൾ ഒരു ഇരിപ്പുണ്ട്. എന്നിട്ട് എന്താ പറയാ? ഞാനെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലേ? അപ്പൊ ഒരു ചോദ്യം ഇങ്ങോട്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്തുണ്ടാക്കി? ഇതാണ് ചോദ്യം.
ഇത് കേൾക്കാത്ത സ്ത്രീകൾ സമൂഹത്തിൽ 10% ഉണ്ട്. ആ 10% ബുദ്ധിമതികളായിരിക്കും. സീരിയസ്ലി, ഞാൻ ഇപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് മാസം 824 രൂപ IOB ബാങ്കിൽ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നെ കൊണ്ട് അത്രേ പറ്റൂ. സീരിയസ്ലി, പെൻഷൻ പ്ലാൻ ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ലേ, IOB ബാങ്കിൽ 824 രൂപ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ അച്ഛന്, അമ്മയ്ക്ക്, മോന്, മക്കൾക്ക്, മീൻസ് എൻ്റെ ഏട്ടൻ്റെ മക്കൾക്ക് കേട്ടോ, ഹസ്ബൻഡ്, അതുപോലെ എന്താ പറയുക, അത്യാവശ്യം ഇപ്പം എൻ്റെ ദിവ്യൊക്കെ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അവള് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അമ്മു ആണെങ്കിലും അതെ. അപ്പം ഞാനൊരു ഡ്രസ്സ് മേടിക്കുമ്പോൾ ഞാൻ അവർക്ക് 2 പേർക്കും മേടിക്കും. അതെന്തായാലും ഇന്നേഴ്സ് ആയാലും എന്തായാലും ഞാൻ വാങ്ങുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ മേടിക്കും. ഒരേ കളർ മേടിച്ചിട്ട് ഇവിടെ അടിയും പൊട്ടും, അത് വേറെ കാര്യം. എൻ്റെത് നിൻ്റെത്, എൻ്റെത് നിന്നെന്നുള്ളത് അടിയും കൂടും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും 824 രൂപ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. കാരണം എന്താ, എനിക്ക് കുറച്ചും കൂടി ഏജ് കഴിയുമ്പോൾ മാസം 5000 രൂപയായിട്ട് എനിക്കത് കിട്ടും. ആ 5000 രൂപയിൽ ഒതുങ്ങുന്ന ജീവിതം മതി എനിക്ക്. ഞാൻ അത്രയും ചിന്തിക്കുന്നു. ആ സമയത്ത് എനിക്ക് ആവശ്യം എന്താ, ഡ്രസ്സുകളൊന്നുമല്ല, കുറച്ച് മരുന്ന്, അതേ എനിക്ക് ആവശ്യം. അപ്പോൾ ആ 5000 രൂപയിൽ ഒതുങ്ങുന്ന മരുന്ന് വാങ്ങാനുള്ള ഒരു തുക ഞാൻ ഇപ്പോൾ എൻ്റെ അധ്വാനിക്കുന്ന സമയത്ത് ഞാൻ മാറ്റിവെക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലും ചെയ്യാത്ത പമ്പര വിഡ്ഢികളായ കുറേ സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. തെറ്റല്ലേ അത്? ഉറപ്പായിട്ടും തെറ്റാണ്. നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷമെങ്കിലും ജീവിക്കണം. കാരണം എന്താ അറിയോ, ജീവന് തുല്യം സ്നേഹിക്കുന്ന ജീവന്റെ പകുതി ഭർത്താവ് കംപ്ലീറ്റ് കാലവും കൂടെ ഉണ്ടാവും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇത് കലിയുകയാണ്. ഇനി ചോരയും നീരും കൊടുത്തിട്ട്, മുലപ്പാലല്ല കൊടുക്കുന്നത്, മുലയിലെ ചോര അടക്കം കൊടുത്ത് വളർത്തുന്ന മക്കള് നാളെ തിരിച്ച് ചോദ്യം ചെയ്യില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരായുസ് മുഴുവൻ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യയും ആ മക്കളും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ആ പ്ലാൻ അറിയാൻ മാതാജി IOB ബാങ്കിലേക്ക് കോണ്ടാക്ട് ചെയ്യൂ. ഒരു നിയറസ്റ്റ് നിങ്ങളുടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. പല ബാങ്കുകളിലും കാണും ആ പ്ലാൻ. എനിക്ക് IOB ബാങ്കിലായതുകൊണ്ട് അവിടുത്തെ ബിൻസി മാഡം അത് എനിക്ക് എത്ര ഒരു 8 വർഷമോ ഒക്കെ ആയി, 6-7 വർഷത്തിന്റെ മുകളിലായി, 7 വർഷത്തിന്റെ മുകളിലായി എന്നെ അതിൽ ചേർത്തിട്ട്. എന്നെ കൊണ്ടാവുന്ന ഒരു തുക അത്രയേ ഉള്ളൂ. അത് പല പല പ്ലാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്നെ കൊണ്ട് അത്രേ പറ്റും, അതുകൊണ്ട് ഞാൻ അത് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഭാര്യ മക്കളും കൂടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു നിമിഷമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കൂ. അത് നമ്മൾക്ക് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അതും കൂടെ ചേർത്ത് മക്കൾക്ക് കൊടുത്തിട്ട് ഈ ലോകത്ത് നിന്ന് അങ്ങോട്ട് പോകാന്നേ. അപ്പോഴും നമ്മൾ ഒരിക്കലും തോറ്റു പോകുന്നില്ലല്ലോ. നമ്മൾ ഒരിക്കലും എന്താവരുത്, ഇങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്, ഒരിക്കലും ഉണ്ടാവരുത്. എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ ചേട്ടൻ അദ്ദേഹം റിസർവ് ബാങ്ക് മാനേജറായിരുന്നു. അപ്പൊ അദ്ദേഹം പറയും, വല്യച്ഛൻ പറയും, നരിയെ പോലെ ജനിച്ചിട്ട് നായയെ പോലെ മരിക്കരുത്, നായയെ പോലെ ജനിച്ചാലും നരിയെ പോലെ മരിക്കണമെന്ന്. സത്യമായ വാക്കാണത്. നമ്മുടെ ആദ്യത്തെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മുടെ ജോബാണ്. ജോലി ഇല്ല എങ്കിൽ അവൻ വേസ്റ്റ് ആണ് സമൂഹത്തിന്. 10 രൂപ സ്വന്തമായ ഒരു വരുമാനം ഇല്ലെങ്കിൽ ആ വ്യക്തി സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ വേസ്റ്റ് ആണ്. എല്ലാം കേട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ ഇരിക്കാൻ പഠിക്കണം നമ്മൾ. മനസ്സിലാവും? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷമെങ്കിലും ജീവിക്കാൻ പഠിക്കണം. 31 ദിവസം ഒരു മാസത്തിലുണ്ടെങ്കിൽ 30 ദിവസം നിങ്ങൾ ആർക്ക് വേണ്ടെങ്കിലും ജീവിച്ചോളൂ. പക്ഷെ ഒരു ദിവസമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. അത് ജീവിച്ചേ പറ്റൂ. ജീവിച്ചില്ല എങ്കിൽ ശരിയാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും ശരിയാവില്ല. ജീവിക്കാൻ പഠിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് ഏറ്റവും നന്നായിട്ട് ധർമ്മത്തിന്റെയും വിവേകത്തിന്റെയും ശ്രദ്ധയുടെയും കൂടെ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ശ്രദ്ധ വളരെ അത്യാവശ്യമാണ്. പിന്നെയോ ആത്മസംയമനം. എന്ത് വിഷയം ഉണ്ടാവുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുക. കേൾക്കുമ്പോഴേക്കും കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴത്തേക്കും കയറെടുക്കരുത്. ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ആ സംഭവത്തെ ഒന്ന് നോക്കി കാണുമായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് രാവിലെ ഞാനും ദിവ്യ മാതാജി ഇങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾ കിടക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിരാവിലെ ദിവ്യ മാതാജി ഇങ്ങനെ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് വയ്യ, തല പൊങ്ങുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ മാതാജിയെ നോക്കുക. അപ്പം മാതാജി കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക ഫോണ്. നമ്മളെല്ലാം ഒബ്സർവ് ചെയ്യുമല്ലോ. ഫോൺ അപ്പുറത്ത് എടുക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആരാ ദിവ്യ എന്ന് ചോദിച്ചു. അത് മോനാണോ, ചെറുത് കുഞ്ഞുണ്ണിയാണോ? ഞാൻ ചെന്തേ. അപ്പം ഫോൺ സൈലന്റിലിട്ടിട്ട് കിടക്കുകയാണ്, എഴുന്നേൽക്കുന്നില്ല. ഞാൻ പറഞ്ഞു ശരി.
1 കോള് കഴിഞ്ഞു, 2 കോള് കഴിഞ്ഞു, 3 കോള് കഴിഞ്ഞു, 4 കോള് കഴിഞ്ഞു, 5 കോള് കഴിഞ്ഞു, 6 കോള് കഴിഞ്ഞു, എടുക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ദിവ്യയുടെ അമ്മയുടെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ആ ഫോണൊന്ന് അവൻ്റെ ചെവിയിലോട്ട് വെച്ച് കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ വെച്ചു കൊടുത്തു. അപ്പോൾ ഉള്ള ദിവ്യയുടെ റിയാക്ഷനാണ് ഞാൻ അളന്നത്. അപ്പോൾ ദിവ്യ, നീ എന്താ എഴുന്നേൽക്കാത്തേ? എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു, നിന്റെ ഫോണിൽ നോക്ക്, നീ അത് സൈലന്റിലിട്ട് കിടന്നാൽ എങ്ങനെയാ എഴുന്നേൽക്കുന്നത്? നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ? എത്ര നേരം കൊണ്ട് വിളിക്കാൻ? നിനക്ക് സ്കൂളിൽ പോകണ്ടേ? എഴുന്നേൽക്കുക അവിടുന്ന്. എഴുന്നേറ്റ് പോയി കുളിച്ച് ഫ്രഷായി സ്കൂളിലേക്ക് പോകും. ഇതേ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ആലോചിച്ചത്. കിച്ചണിൽ നിന്ന് വിളിക്കും, ഗോപിക എഴുന്നേക്കൂ, എഴുന്നേക്കില്ല. ഗോപിക നിന്നോട് എഴുന്നേക്കാൻ പറഞ്ഞില്ലേ, എഴുന്നേറ്റില്ല. പിന്നുള്ളത് എനിക്ക് ലൈവ് പറയാൻ പറ്റൂല. അപ്പൊ ഈ 2 റിയാക്ഷൻസിനെയും ഞാൻ നോക്കി കാണുമായിരുന്നു. മനസ്സിലായില്ലേ? 2 റിയാക്ഷൻസിനെയും. ഇവൻ എൻ്റെ അമ്മയാണെങ്കിലും കേട്ടോ, അടുത്തത് എൻ്റെ അമ്മയുടെ ആയുധമായിരിക്കും, ചൂല്. അത് വെച്ച് എനിക്ക് കിട്ടുക. അടിച്ചു വരുന്ന ഭാഗമല്ലേ, അത് പിടിക്കും. അതിന്റെ പിടിക്കുന്ന ഭാഗം വെച്ചിട്ട് 2 അടി എനിക്ക് എൻ്റെ ചേട്ടനും തരും. അയ്യോ, പറന്നെഴുതേക്കും ഞങ്ങള്. അത് എത്ര മണിക്കാന്ന് നോക്കണം? വെളുപ്പിനെ 4 മണിക്ക്. ആലോചിച്ച് നോക്കൂ. അപ്പം ഈ റിയാക്ഷൻസിനെയാണ് ഞാൻ നോക്കിക്കണ്ടത്. ഞാൻ എല്ലാം ആന്റി സ്പെഷ്യലാണെന്ന് ലീലാമണി കറക്റ്റ്. ഞാൻ എല്ലാം ഒബ്സർവ് ചെയ്യും, എല്ലാരെയും ഒബ്സർവ് ചെയ്യും. ഓരോരുത്തരും എങ്ങനെയാണ്, എന്താണ്, ഏതാണ് അവരുടെ റിയാക്ഷൻസ് എങ്ങനെയാണ്, എല്ലാം. അപ്പോൾ ആത്മസംയനം എന്ന് പറയുന്ന ഒരു സംഭവം, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ആത്മസംയനം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ എന്തായി? നമ്മുടെ ലൈഫ് ഒരു വേസ്റ്റായി. ആ വേസ്റ്റായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകരുത്. മനസ്സിലാവുന്നല്ലോ? എന്ത് കാര്യത്തിനും നമുക്കൊരു സമാധാനം വേണം ജീവിതത്തിൽ. സമാധാനം ഇല്ല എങ്കിൽ എന്തായി? നമ്മുടെ ലൈഫ് കോഞ്ഞാട്ടയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്തും നമുക്ക് ചൂലോണ്ട് എനിക്കും കിട്ടാറുണ്ട്. അതിൻ്റെ ഹെഡ് ഓഫീസാണ് മാതാജി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് കാര്യവും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ മുൻപേ നമുക്കൊരു എന്താ പറയുക, ഒരു സമാധാനത്തോടു കൂടി നമ്മൾ ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ചെയ്യാൻ പഠിക്കുമ്പോഴാണ് ബ്രാഹ്മണ ജീവിതമാകുന്നത്. അല്ലാണ്ട് പൂണൂലിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ നടന്നത് കൊണ്ടോ ഒന്നും കാര്യമില്ല. പൂണൂലിട്ട ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അവരുടെ മുഖത്തുണ്ടാവും ആ ചൈതന്യം. മനസ്സിലായില്ലേ? കുറേ വെളുവിളാന്നിരുന്നത് കൊണ്ട് മാത്രം, സൗന്ദര്യം ഉള്ളതുകൊണ്ട് മാത്രം ചൈതന്യം ഉണ്ടായിക്കോണമെന്നില്ല. ചില വ്യക്തിയോട് നമുക്ക് വല്ലാത്ത അട്രാക്ഷൻ തോന്നും. അതെന്തുകൊണ്ടായിരിക്കും? അവരെ അത്രയും ബ്രഹ്മത്വം നിറഞ്ഞിട്ടുണ്ടാവും. ബ്രഹ്മത്വം നിറഞ്ഞ് ബ്രഹ്മജ്ഞാനം നേടിയ വ്യക്തികളോട് നമുക്ക് തോന്നുന്ന ഒരു അട്രാക്ഷനാണ്. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. എന്ത്? ഗൃഹസ്ഥശ്വേഷ ധർമാണാം സർവേഷാമൂലമുച്യതേ യത്ര പക്വകക്ഷായ ഹീദാന്ത സർവത്ര സിദ്ധ്യതി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് പഠിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് മുന്നോട്ടുള്ള ജീവിതം സുഖകരമാകുന്നത്. അല്ലാത്ത പക്ഷെ എന്താവും? മാതാജിയുടെ സ്റ്റാർ എന്താണെന്ന്? രോഹിണി. കൃഷ്ണന്റെ നാളാ. കൃഷ്ണൻ എന്തെല്ലാം അനുഭവിച്ചു അതൊക്കെ ഓൾമോസ്റ്റ് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ജീവിതമാണ് നമുക്ക് സിമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒരൊറ്റ പാരഗ്രാഫും കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇത് വലിയ ലെങ്തി ചാപ്റ്ററാണ്. ആ ലെങ്തി ചാപ്റ്റർ എടുക്കാനുള്ള ആരോഗ്യശേഷി ഇന്ന് നോമിനില്ല. ഓക്കെ, ഇനി അടുത്ത ഒരു സ്റ്റാൻസ എന്ന് പറയുന്നത്, ജ്ഞാനം പോലെ തന്നെ പ്രധാനമാണ് യോഗവും സാങ്ക്യവും. എന്താണ് യോഗം, എന്താണ് സാങ്ക്യം? ഇത് രണ്ടാണ്. മനസ്സിലായില്ലേ? യോഗവും സാങ്ക്യവും. അപ്പോ യോഗാനുഷ്ഠാനം കൊണ്ട് മനസ്സ് സൂക്ഷ്മമാകും തോറും പുതിയ പുതിയ അനുഭൂതികൾ ലഭിക്കും. യോഗാനുഷ്ഠാനം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൂകാംബിക ടെമ്പിളിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ സുഖമാണ് യോഗാനുഷ്ഠാനം. ആ സുഖം അനുഭവിക്കണമെങ്കിൽ അവിടെ തന്നെ എത്തണം. മനസ്സിലായില്ലേ? 8:30. ആ സുഖം അനുഭവിക്കണമെങ്കിൽ അവിടെ എത്തുമ്പോൾ നമുക്ക് പുതിയ പുതിയ തലത്തിലേക്ക് ഉയരാൻ സാധിക്കും. ഭയങ്കരമായൊരു സുഖം കിട്ടും. എല്ലാം മറന്ന്, ഞാൻ ആദ്യം ചെയ്തത് മഞ്ജരീസിന്റെ ഫോൺ റൂമിൽ വെച്ച് പോയി എന്നുള്ളതാണ്. അതൊക്കെ റൂമിൽ വെച്ചിട്ട്, എല്ലാ ഫോണും റൂമിൽ വെച്ചിട്ട്, അല്ലെ ബാഗിൽ വെച്ച് ബിന്ദമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ വീരഭദ്ര സ്വാമിയുടെ അമ്പലത്തിന്റെ സൈഡിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ജപിച്ചു. അല്ലെ ദേവിയുടെ ആ താഴികക്കുടം നോക്കിക്കൊണ്ടേയിരുന്നു. ചുറ്റിനും നടക്കുന്നത് ഒന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ശ്രദ്ധിക്കാതെ നമ്മളൊരു വല്ലാത്ത അനുഭൂതിയിലൂടെ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുന്ന യോഗാനുഷ്ഠാനം കൊണ്ട് മനസ്സെന്തായി മാറും? സൂക്ഷ്മമായിക്കൊണ്ടേയിരിക്കും.
മനസ്സിനൊരു സമാധാനം കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ഇറ്റ്സ് ഓക്കെ മനോജ് പ്രഭു, നോ പ്രോബ്ലം. ചെറിയ കോൾഡാണ്, അത് മനസ്സ് സൂക്ഷ്മമായിക്കൊണ്ടേയിരിക്കും. മനസ്സിന് സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമുക്ക് ചുറ്റും എന്ത് വലിയ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായാലും നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കും. മനസ്സ് ശരിയല്ല എങ്കിൽ അഗ്നിപർവ്വതത്തിനേക്കാൾ വലിയ പൊട്ടിത്തെറി നമ്മൾക്കുള്ളിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥവും ഇല്ല. മനസ്സിലായില്ലേ? രോഹിണി, പുതിയ പുതിയ അനുഭൂതികൾ അവനുണ്ടാവും തീർച്ചയായിട്ടും. നമ്മൾ ജപിച്ച് നമ്മളിങ്ങനെ ഉയരും തോറും, സമാധാനവും ശാന്തിയും കൈവരിക്കും തോറും നമുക്ക് എന്തായി, പുതിയ പുതിയ അനുഭൂതികൾ ഉണ്ടാവും ജീവിതത്തിൽ, പുതിയ പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരും. ആ മാറ്റങ്ങളുടെ സുഖം എന്ന് പറയുന്നത് ഭയങ്കരം സുഖമായിരിക്കും. ആരെന്ത് പറഞ്ഞാലും പിന്നെ റിയാക്ഷൻസ് ഉണ്ടാവില്ല, സമാധാനം കിട്ടും നമുക്ക്. ആ സമാധാനമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച എന്ന് പറയുന്നത്. അല്ലാതെ സാമ്പത്തിക ഉയർച്ചയോ ജോലി സംബന്ധമായ ഉയർച്ചയോ ഒന്നുമല്ല. മനസമാധാനം കൊണ്ടുണ്ടാവുന്ന ഉയർച്ച എന്ന് പറയുന്നത് അതൊരു സുഖകരമായ ഉയർച്ചയാണ്. സ്വസ്ഥമായി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞ് കഴിക്കാൻ സാധിച്ചാൽ അതിലും വലിയൊരു സന്തോഷമില്ല. കിടക്കുന്നത് ഒരു KSRTC ബസ്സിലാണെങ്കിലും ഡീപ്പ് സ്ലീപ്പ് ആണെങ്കിൽ ആ ഉറക്കത്തിനേക്കാൾ വലിയൊരു അനുഭൂതിയില്ല. ഇത് രണ്ടും അനുഭവിക്കണമെങ്കിൽ എന്താവണം? മനസമാധാനം വേണം. മനസമാധാനം വേണമെങ്കിൽ എന്ത് വേണം? ആത്മനിയന്ത്രണം വേണം. ആത്മനിയന്ത്രണം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ബുദ്ധി വേണം. ബുദ്ധി വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ചിന്തിക്കണം. ചിന്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, സജ്ജന സംസർഗം, ഈ 5 കാര്യങ്ങൾ നമുക്ക് വേണം. മനസ്സിലായില്ലേ? പല സിദ്ധികളും അവനെ പ്രലോഭിപ്പിക്കും, അല്ലെ? മുന്നോട്ട് പോകുന്തോറും നമുക്ക് പല 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 സിദ്ധികൾ ലഭിക്കും. അങ്ങനെ അപ്പൊ ആ സിദ്ധികളൊന്നും നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. സിദ്ധികൾ കൊണ്ടൊക്കെ നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഈ സിദ്ധികളുടെ പിന്നാലെ ഒന്നും നമ്മൾ പോണ്ട. നമ്മൾ ജപത്തിന്റെ പിന്നാലെ മാത്രം പോയാൽ മതി. ജപം എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ ദേവിയുമായിട്ടുള്ള ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ഒരു ബന്ധമാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ? ആ ബന്ധമില്ല എങ്കിൽ നമ്മുടെ ജീവിതം വേസ്റ്റ് ആയി പോയി. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും നമ്മൾ എന്താ പറയുക, ഇപ്പൊ ഞാനൊക്കെ എൻ്റെ മോനോട് എന്താ പറയാന്ന് വെച്ചാൽ, മക്കള് ബാംഗ്ലൂർ പഠിക്കുമ്പോൾ, മോൻ എവിടെയാ പഠിക്കുന്നത്, അപ്പൊ ഞാൻ പറയും, മക്കൾ എന്താ ചെയ്യേണ്ടത്? രാവിലെ എണീറ്റാ മമ്മിക്ക് ഒരു മെസ്സേജ് ഇടാം, മമ്മി നമസ്തേ, ഗുഡ് മോർണിംഗ്. ആ ഒരു നമസ്തേ എനിക്കുള്ളതാണ്, ഗുഡ് മോർണിംഗ് നിനക്കുള്ളതാണ് എന്ന് പറയും. അപ്പോഴാണ് അവർ അതിന്റെ വ്യത്യാസം ചോദിക്കുന്നത്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, നല്ല ഒരു രാവിലെ. നമസ്തേ എന്നാൽ എന്താ? നിന്നിലുള്ള ദൈവത്തെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പൊ എന്നിൽ ദൈവം ഉണ്ടോ മമ്മി? തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ തുടങ്ങുന്നു നമ്മുടെ ഗ്രന്ഥത്തെ കുറിച്ചുള്ള സ്റ്റാർട്ടിങ്. മനസ്സിലായി? പിന്നെ എനിക്ക് ഗുഡ് മോർണിംഗ് വരില്ല, നമസ്തേ മമ്മി, നമസ്തേ. ആ മമ്മി എന്നുള്ളത് പോലും ഞാൻ പഠിപ്പിച്ചു കൊടുത്തല്ല കേട്ടോ, അവൻ ഡേ കെയറിൽ വെച്ച് പഠിച്ചതാ. അപ്പൊ അതങ്ങനെ പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ബന്ധം, അല്ലെ, ആ ബന്ധമാണ് നമുക്ക് വലുത്. ആ ഒരു നമസ്തേ എന്നൊരു വേർഡ്, ഒരു ദിവസവും നമ്മളെ വിളിക്കാൻ പറ്റാത്ത ഒരാൾ, ദിവസവും കാണാൻ പറ്റാത്ത ഒരാൾ, അവരുടെ ഒരു മെസ്സേജ്, വാട്സപ്പിൽ വരുന്ന ആ ഒരൊറ്റ മെസ്സേജിലാണ് നമ്മുടെ ആ ഒരു ബന്ധം നിലനിൽക്കുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവിടെ ഈ ബന്ധം പോലെയാണ് എന്തെന്ന് പറയുന്നത്, ഭഗവാനുമായിട്ടുള്ള ആ ഒരു ധ്യാനം. എത്ര തിരക്കുണ്ടെങ്കിലും, ഞാൻ ഇപ്പോൾ ലൈവിലുണ്ട് അദ്ദേഹം, ഞാൻ പറഞ്ഞുതരാം. ഞാൻ മൂകാംബികയിൽ വെച്ച് പരിചയപ്പെട്ടാണ് വൺ മിസ്റ്റർ സുനിൽ എന്ന് പറയുന്നത്. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. ദിവ്യ മാതാജി എന്നോട് പറഞ്ഞു, മാതാജി ഇവരെ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കണ്ടിട്ടില്ല. പൊതുവേ എനിക്ക് സമയം കിട്ടും, അറിയാലോ നമ്മുടെ മഞ്ജരീസിന്റെ ക്ലാസ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഷെയറിങ് കാര്യങ്ങളുണ്ട്, പല വീഡിയോസും കാണാമല്ലോ, ചിലതൊക്കെ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹവുമായി സംസാരിച്ചിടപഴകിയപ്പം, അദ്ദേഹത്തിനോട് കുറേ ഇടപെട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എപ്പോഴാണോ അദ്ദേഹത്തിന്റെ ജോലികൾ ഒതുങ്ങി അദ്ദേഹത്തിന് 24 മണിക്കൂർ സമയം കിട്ടുന്നത്, ആ 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മൂകാംബികയിൽ എത്തുമെന്നുള്ളതാണ്. സീരിയസ്ലി അദ്ദേഹം അവിടെ എത്തിയിരിക്കും ആ തിരുനടയിൽ. എന്തിനു വേണ്ടിയിട്ട്? പൊതുവെ ആളുകൾ എന്താ പറയാ, ഞാൻ കഴിഞ്ഞ മാസം പോയി, ഇനിയിപ്പോ ഈ 2 ദിവസം എനിക്ക് ഒഴിവുള്ളൂ, ഇനി അടുത്ത മാസം പോവാം, ഇങ്ങനെ പറയത്തുള്ളൂ. പക്ഷേ 24 മണിക്കൂർ സമയം തികച്ചു കിട്ടിയാൽ അദ്ദേഹം ആ നടയിൽ എത്തിയിരിക്കും. അതാണ് ബന്ധം എന്ന് പറയുന്നത്, ആത്മബന്ധം എന്ന് പറയുന്നത്. ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ ദേവിയുമായിട്ടുള്ള ആ ഒരു ജപത്തിന്റെ ബന്ധം. എന്നിട്ട് എല്ലാ സേവനവും അവിടെ ചെയ്യും. എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്യും. ആദ്യമായിട്ട് കാണുന്നത് പോലെയാണ് അദ്ദേഹം നിർമ്മാല്യത്തിന് ഓടി അകത്ത് കയറുന്നത്. സീരിയസ്ലി ഞാൻ അവിടെ നിന്ന് കണ്ട് അനുഭവിച്ച കാര്യമാണ്. ഓരോ വ്യക്തികളെയും ഞാൻ അവിടെ നോട്ട് ചെയ്തപ്പോൾ അനുഭവിച്ച കാര്യമാണ്.
ഓടുന്ന ഓട്ടം നിർമാല്യത്തിന്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക, ഞാൻ ഇന്നലെയും മെനിയാന്നൊക്കെ തൊഴുതു, ഇന്ന് അല്ലാത്തവർ തൊഴുതോട്ടെ എന്നുള്ള വിശാല മനസ്കതയല്ല അത്. പിന്നെന്താ, മടീനേ പറയത്തുള്ളൂ. ഇടി പിടിക്കാൻ വയ്യ എന്ന മടിയാണ് അതിന്റെ വാസ്തവം, അതിന്റെ പിന്നാമ്പുറത്തിലെ സത്യം അതാണ്. പക്ഷേ അമ്മയെ കാണാനുള്ള ആ ഒരു വ്യഗ്രത, അത് എത്ര വട്ടം കണ്ടിരിക്കുന്നു എന്നിട്ടും ഓടുന്നു. അപ്പൊ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് തീവ്രമായ ബന്ധമാണ്. വാക്കുകൾ കൊണ്ട് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ആ ബന്ധത്തെ. അപ്പൊ ഇങ്ങനെയുള്ളൊരു അടിസ്ഥാനമുള്ള ഉറപ്പുള്ളൊരു ബന്ധമാണ് നമ്മൾ ഈശ്വരനുമായി ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ജപിക്കുക, ചാൻഡിങ്. ആ ജപത്തിലൂടെ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ, അല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ജപത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ജപത്തിലൂടെ മനസ്സെന്തായി? സൂക്ഷ്മമായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സൂക്ഷ്മമാകുന്ന മനസ്സിൽ പുതിയ 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 അനുഭൂതികൾ വന്നു നിറയും. അനുഭൂതി എന്ന് പറഞ്ഞാൽ ആനന്ദം, സന്തോഷം. ആത്മീയ ആനന്ദത്തെക്കാൾ വലുതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ഭൗതിക ആനന്ദങ്ങൾ കുറേ ഉണ്ട്. ഒരു 1000 രൂപയുടെ സാരി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സന്തോഷം, അല്ലെങ്കിൽ 1000 രൂപയുടെ സാരി എന്നുള്ളടത്ത് 2 നല്ല ഗോൾഡിന്റെ കമ്മൽ കിട്ടി അതൊരു 1000 പേർക്കെങ്കിലും നമ്മൾ കാണിക്കും, സ്റ്റാറ്റസ് എടുത്തിടും. ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നു, എൻ്റെ വൈഫ് വാങ്ങിച്ചു തന്നു. ഒരു വാച്ച്, നല്ല ഒരു ലേറ്റസ്റ്റ് വാച്ച് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാറ്റസ് ആയി, അത് മറ്റേ സ്റ്റോറിയായി, അതായി ഇതായി, അങ്ങനെ കുറെ കാണിക്കും. പക്ഷെ ആത്മീയ അനുഭൂതി എവിടെയും കാണിക്കാൻ പറ്റത്തില്ല. അത് കിട്ടാനും ബുദ്ധിമുട്ടാണ്, കാണിക്കാനും ബുദ്ധിമുട്ടാണ്, അല്ലെ? അത് കിട്ടണം, അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അപ്പൊ ഈ ഭൂമിയിലുള്ള സമസ്ത കാര്യങ്ങളെക്കാളും വലുതാണ് എന്ത്? ആത്മീയ ആനന്ദം എന്ന് പറയുന്നത്. ആ ആത്മീയ ആനന്ദം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജപിക്കണം, ചാൻഡിങ്, ഓൾവേസ് ചാൻഡിങ് 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 ചാൻഡിങ്. കിട്ടുന്ന സമയമെല്ലാം ജപിക്കുക. ജപത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുന്നേറാൻ ശ്രമിക്കണം. അങ്ങനെ മുന്നേറി 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 നമ്മൾ ഭഗവാനുമായിട്ടും ദേവിയുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ടാക്കണം. ചില സമയത്ത് നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4 പാടും നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവും. കുട്ടികൾ ഒച്ച ഉണ്ടാക്കും, TV ഓൺ ആയിരിക്കും, ഹസ്ബൻഡ് ബഹളം ഉണ്ടാക്കും, ഫോൺ വിളിക്കും. ആയിക്കോട്ടെ, അതെല്ലാം പൊയ്ക്കോട്ടെ. എൻ്റെ ശ്രദ്ധ ഈശ്വരനാണെങ്കിൽ പിന്നെ ഈ ചുറ്റുപാടുള്ളതൊന്നും എന്നെ അലട്ടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു അമ്പലത്തിൽ പോയാൽ ഈ അമ്പലത്തിലുള്ള ശബ്ദം വളരെ വലുതാണ്, അല്ലെ? വെടിപൊട്ടുന്നു, അത് പറയുന്നു, മൈക്ക് അനൗൺസ്മെന്റ് പോകുന്നു, ചെണ്ടക്കൊട്ട്, പാട്ട്, ചില ആളുകളുടെ ശരണം വിളി, ഇതെല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ കൂപ്പി ഇങ്ങനെ അടച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഞാൻ ചിന്തിച്ച കാര്യങ്ങളാണ്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, എന്നാലും പറയാം. പ്രാർത്ഥിക്കുന്നില്ലേ? ആരോടെങ്കിലും പറയോ, ചേട്ടാ ഒന്ന് വെടി നിർത്തൂട്ടോ, എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ടോ? അല്ലെങ്കിൽ അനൗൺസ്മെന്റ് നിർത്തൂ, ഞാൻ ഇത്ര വഴിയകലത്ത് നിന്ന് വന്നതാ, എനിക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. അനൗൺസ്മെന്റ് അതിന്റെ വഴിക്ക് പോകും. അതും എന്ത് അനൗൺസ്മെന്റ് ആയിരിക്കും? കിഴക്കേ നടയുടെ ഗോപുരത്തിൽ എന്ത് വെച്ചിരിക്കുന്ന ഒരു പേഴ്സ് വെച്ചിട്ടുണ്ട്, ആരുടെയെങ്കിലും ആണെങ്കിൽ നേരെ വന്ന് പേഴ്സ് പറഞ്ഞ് അടയാളം പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോവുക. അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്നതുണ്ട്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് വരിക. ഇങ്ങനെയുള്ള പല പല അനൗൺസ്മെന്റുകൾ പോകുന്നതിന്റെ ഇടയ്ക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? മഹാക്ഷേത്രങ്ങളിൽ പോയാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയ അനൗൺസ്മെന്റും ബഹളം എന്തായാലും വീട്ടിലുണ്ടാവില്ല. അപ്പൊ എന്തിന് നമ്മൾ വീട്ടിൽ മറ്റുള്ളവർ ബഹളം വെക്കുന്നു, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു? ക്ഷേത്രത്തിൽ നമ്മൾക്ക് അത്രയും ശ്രദ്ധയോടുകൂടി ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ 4, 5, 10 പേര് കൂടുന്ന വീട്ടിൽ എത്ര ബഹളം ഉണ്ടെങ്കിലും ആ ബഹളത്തിൽ ആരോടും പോരടിക്കാതെ നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാക്കിയെടുക്കാം. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഒന്ന് മിണ്ടാതിരിക്കുക, ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടില്ലേ, ഞാൻ ജപിക്കുന്ന കണ്ടില്ലേ, അതല്ല വേണ്ടത്. നമ്മളിൽ തന്നെ ഒരു ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലാവുന്നുണ്ട്? സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ സ്വസ്ഥതയെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് മറ്റൊരാളിൽ ഇരിക്കുന്നില്ല. ഓട്ടോമാറ്റിക്കലി അവരെന്ത് ചെയ്യും? അയ്യോ, അവർ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അത് അങ്ങോട്ട് സെറ്റ് ആയിക്കോളും. അത് ആ ഒരു സാഹചര്യത്തിന് സെറ്റ് ആയിക്കോളും. മനസ്സിലാവുന്നത്? അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പല സിദ്ധികളും നമ്മളെ പ്രലോഭിപ്പിക്കും. ഇപ്പൊ യൂട്യൂബിൽ വളരെയധികം കാണുന്നുണ്ട്, എന്താണ്, വരാഹി ദേവിയുടെ ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്ക് ഇന്ന സിദ്ധി കൈവരിക്കാൻ സാധിക്കും, ഇത്ര പൈസ ലഭിക്കും. വെറുതെയാണ്. ഓരോ മന്ത്രങ്ങൾക്കും മന്ത്രസിദ്ധിയുണ്ട്. ആ മന്ത്രസിദ്ധി കൈവരിക്കണമെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് തന്നെ നമുക്കത് കിട്ടണം. അല്ലെ പിന്നെ ഗുരുവിന്റെ ആവശ്യം ഈ ലോകത്തില്ലല്ലോ. ആലോചിച്ചു, പിന്നെ എന്തിനാണ് ഒരു ഗുരു? അപ്പൊ ആ ഗുരുവിന്റെ ആവശ്യം നമുക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഗുരു നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗുരു ഇല്ലാത്ത ഒരു കാര്യത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കരുത്, ഒരിക്കലും നിൽക്കരുത്.
ഗുരുമുഖത്ത് നിന്നും നമുക്ക് ലഭിക്കുന്ന ആ ഒരു മന്ത്രത്തിന് ഒരുപാട് ശക്തിയുണ്ട്. ആ ശക്തിയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ, അല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും യൂട്യൂബിനെ ഗുരുവായിട്ട് കാണാതിരിക്കുക. അങ്ങനെ ജപിക്കുന്ന മന്ത്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബീജമന്ത്രാക്ഷരങ്ങൾക്ക് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അനുകൂലത്തെക്കാൾ കൂടുതൽ പ്രതികൂലമായി മാറും. വടി കൊടുത്ത് നമ്മൾ അടി വാങ്ങാൻ നിൽക്കരുത്. പലരും പലതും പറയും, ഇത് കേട്ടിട്ടൊന്നും നമ്മൾ ചാടിത്തുള്ളി പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താ പറയുന്നത്? അവയെല്ലാം അവഗണിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി മുന്നോട്ട് പോകുന്നവന് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നു. ചുറ്റുപാടുള്ള സമസ്തമായ കാര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യം ഈശ്വരനാണ് എന്ന ഭാവത്തിൽ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരിലേക്ക് എത്താൻ പറ്റും. അതർവൈസ് നമുക്ക് ഈശ്വരിലേക്ക് എത്താൻ കഴിയില്ല. നമ്മുടെ യാത്ര വേസ്റ്റ് ആയി പോകും, വളരെയധികം വേസ്റ്റ് ആയി പോകും. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്തിട്ട് നമ്മൾ പോയത് തെക്കോട്ടാണ്, പോകേണ്ടത് വടക്കോട്ടാണെങ്കിൽ തീർന്നില്ലേ കാര്യം, അല്ലേ? അപ്പോൾ അതേപോലെ ആയി പോകരുത് നമ്മുടെ ജീവിതം. ഇത്രയും കാലം ജപിച്ചു, പ്രാർത്ഥിച്ചു, വായിച്ചു, സത്സംഗം കേട്ടു, എന്നിട്ടോ നമ്മൾ എവിടെ എത്തിയില്ല എങ്കിൽ പിന്നെ എന്തായി? ജീവിതം വേസ്റ്റായി. അതിലും ഭേദം എന്ത് ചെയ്യണം? ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അങ്ങനെ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? ഈശ്വരന് സ്വയം സമർപ്പിതമാവണം. വായിക്ക് സർവം കൃഷ്ണാർപ്പണമസ്തു, സർവം കൃഷ്ണാർപ്പണമസ്തു. എവിടെ സർവം കൃഷ്ണാർപ്പണമസ്തു ആക്കുന്നു? ഒന്നും ആക്കുന്നില്ല. സർവവും ഇല്ല, കൃഷ്ണനും ഇല്ല, അർപ്പണവും ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്തിനാ വേർഡ് പറയുന്നു? വേസ്റ്റ് ആണ്. എന്താണ് സർവവും കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്തിനാ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ? ഒന്നും ആവശ്യമില്ല. ഭഗവാന്റെ പക്ഷസ്ഥാനത്തിരിക്കുന്ന ലക്ഷ്മി ദേവിയേക്കാൾ വലിയ കോടീശ്വരന്മാർ ഈ ലോകത്ത് എവിടെയില്ല, അല്ലെ? ലക്ഷ്മി ദേവിയാണ് ഏറ്റവും വലിയ കോടീശ്വരൻ. ഭഗവാന്റെ മുമ്പിൽ കൈയും കൂപ്പി നിൽക്കുന്ന കുബേരനേക്കാളും വലിയ കുബേരൻ ആരാ ഈ ലോകത്തുള്ളത്? ആരുമില്ല. പിന്നെ ഭഗവാൻ എന്താണ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മള് ചിന്ത, വാക്ക്, പ്രവൃത്തി, മനസ്സ്, അല്ലെ? ഇതാണ് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടത്. ഇത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാനമായി, ആത്മബോധമായി. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് സമർപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്തായി? സർവം കൃഷ്ണാർപ്പണമസ്തുവായി. ക്ലിയർ? അപ്പോ യോഗത്തിലെ പോലെ സാഖ്യത്തിലും 25 തത്വങ്ങളുണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ യോഗത്തെ കുറിച്ച് പഠിച്ചു, ഇതാണ് യോഗം. ഇനി സാഖ്യത്തിൽ എന്താണ്? 25 തത്വങ്ങളുണ്ട്. എന്താണ് സാഖ്യത്തിലെ 25 തത്വങ്ങൾ എന്ന് പറയുന്നത്? ഉണ്ടാവുകയും വളരുകയും ക്ഷയിക്കുകയും നശിക്കുകയും ചെയ്യുന്നതെല്ലാം വ്യക്തമാണ്, അല്ലെ? ജനിക്കുക, വളരുക, എന്താ പറയാ, ക്ഷയിക്കുക, ഇല്ലാതാവുക, നശിക്കുക, ഇതെല്ലാം നമുക്ക് വ്യക്തമായ കാര്യമാണ്. മനസ്സിലായില്ലേ? പ്രകൃതിയാണ്. പക്ഷേ ഇതിന് വിപരീതമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതാണ് അവ്യക്തം. അവിടെയാണ് നമ്മൾ ആത്മാവിനെ കുറിച്ച് പഠിക്കുന്നത്. ശരീരമാകുന്ന ഒരു വ്യക്തി ശരീരം കൊണ്ട് ജനിക്കുന്നു, ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്നു, വളരുന്നു, പിന്നെയോ വളർന്നു കഴിഞ്ഞ് പിന്നെ ക്ഷയിക്കുന്നു, അതായത് വാർദ്ധക്യത്തിലെത്തി മെല്ലെ മെല്ലെ ഇങ്ങനെയാവുന്നു, പിന്നെ അത് നശിച്ചു പോകുന്നു, മരിച്ചു പോകുന്നു. ഇതെല്ലാം വ്യക്തമാണ് നമുക്ക്. എന്നാൽ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ മുതൽ അതിനുള്ളിൽ കയറിയിരിക്കുന്ന ആത്മാവിനെ നമ്മൾ കാണുന്നുണ്ടോ? ആത്മാവിന്റെ വളർച്ച കാണുന്നുണ്ടോ? നിലനിൽപ്പ് കാണുന്നുണ്ടോ? ക്ഷയം കാണുന്നുണ്ടോ? നാശം കാണുന്നുണ്ടോ? ഇല്ല. അതെന്താണ്? അവ്യക്തമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ഥൂല ശരീരത്തിന്റെ വളർച്ചയും എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എന്നാൽ സൂക്ഷ്മ ശരീരമാകുന്ന ആത്മാവിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അതെവിടെയുണ്ട്, എങ്ങനെയുണ്ട്, ഏതുണ്ട്, നമുക്കൊന്നും അറിഞ്ഞൂടാ. അത് അവ്യക്തമാണെന്നാണ് പറയുന്നത്. അപ്പോ അവ്യക്തത്തിൽ നിന്നാണ് വ്യക്തമുണ്ടാകുന്നത്. ശരിയല്ലേ? അവ്യക്തമായിരിക്കുന്ന ആത്മാവിൽ നിന്നാണ് വ്യക്തമായ ശരീരം ഉണ്ടാകുന്നത്. ആത്മാവില്ലാത്ത ഒരു ഭ്രൂണം ഭൂമിയിൽ ജനിക്കോ? ഇല്ല. അപ്പൊ അവ്യക്തമായിരിക്കുന്ന ആത്മാവ് സ്ഥിതി ചെയ്യുന്ന ആ ശരീരം വ്യക്തമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അവ്യക്തമായിരിക്കുന്നത് എന്തോ അതിൽ നിന്ന് വ്യക്തമായതുണ്ടാകുന്നു. ക്ലിയർ അല്ലേ അത്? അപ്പൊ അതേപോലെ വ്യക്തത്തിന്റെ പിടിയിൽ നിന്ന് ജീവൻ രക്ഷപ്പെടുന്നതാണ് മോക്ഷം. വ്യക്തം എന്ന് പറയുന്നത് എന്താണ്? ശരീരമാണ്. ആ വ്യക്തം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവാണ്. വ്യക്തമാകുന്ന ശരീരത്തിന്റെ പിടിയിൽ നിന്ന് അവ്യക്തമായിരിക്കുന്ന ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നു? മോക്ഷം സംഭവിക്കുന്നു. അപ്പോഴും മോക്ഷം എന്ന് പറയാൻ പറ്റൂല. ആർക്കാ മോക്ഷം കിട്ടുന്നത്? ആത്മാവിന് മോക്ഷം കിട്ടുന്നുണ്ട്. പക്ഷെ ശരീരം കൊണ്ട് ചെയ്ത പ്രവൃത്തികൾക്ക് മോക്ഷം കിട്ടുന്നുണ്ടോ? ഇല്ല. കർമ്മഫലം നമ്മളെ തേടിയെത്തുന്നു, ഇല്ലേ?
ഒരാൾ എവിടെയെങ്കിലും ഇരുന്ന് ഒരു പോസ്റ്റൽ അയച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ എങ്ങനെയും നമ്മളെ തേടി കണ്ടുപിടിച്ച് ആ സ്ഥലത്തെത്തും. ഉറപ്പല്ലേ? അപ്പൊ അതേപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളെ തേടി എത്തിയിരിക്കും. അവ്യക്താവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ് മോക്ഷം എന്ന അർത്ഥം. ആ വ്യക്തമായിരിക്കുന്ന അവസ്ഥയിൽ, അതായത് ശരീരവും കൊണ്ട് ഒരാൾ മരിക്കാൻ നേരം അയ്യോ ആ മൊബൈലും സാധനങ്ങളും ആ ചാർജറൊക്കെ ഒന്ന് എടുത്തു വെച്ചോളൂ കേട്ടോ, ഞാൻ നാളെ മരിച്ചു പോകും എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറയോ? എനിക്ക് ഇഷ്ടപ്പെട്ട സാരി ഒരാഴ്ചയായിട്ടുള്ള മേടിച്ചിട്ട് ആ ഷർട്ടും മുണ്ടൊക്കെ ഒന്ന് എടുത്തു വെച്ചോളൂ എന്ന് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ചിന്തിക്കാൻ പോലുമുള്ള സമയം ഉണ്ടാവില്ല നമുക്ക്. എല്ലാവരും പറയുന്നത് കേൾക്കാം, ഈശ്വരന്റെ നാമം ജപിച്ചുകൊണ്ട് വേണം മരിക്കാൻ എന്ന്. മരിക്കുമെന്ന് എപ്പോൾ അറിഞ്ഞാലല്ലേ ഈശ്വരന്റെ നാമം ജപിക്കാൻ പറ്റൂ? നമ്മൾ വിചാരിക്കും നാളെ മുതൽ, ന്യൂ ഇയർ പോലെയാണ്, നാളെ മുതൽ ഞാൻ ജപിച്ചു തുടങ്ങും. ചിലപ്പോൾ ഇന്ന് തന്നെ മരിച്ചു പോയിട്ടുണ്ടോ? ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ അങ്ങ് ചത്തു. ജപിക്കാൻ പറ്റുമോ? ഇല്ല. സദാ ജപിക്കണം, സദാ ജപിക്കണം. നമ്മുടെ ജീവനെയും ജീവിതത്തെയും നമ്മൾ എന്ത് ചെയ്യണം? ജപത്തിന്റെ പിടിയിൽ അമർത്തണം. അപ്പൊ സദാ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ഈ ലോകം വിടുകയാണെങ്കിൽ എന്തായി? ജന്മത്തിൽ തന്നെ ജപത്തിൽ തന്നെ നമ്മൾ ഈ ലോകം വിടുക. അപ്പൊ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ആരാണോ ഈ ലോകത്തിൽ നിന്ന് പോകുന്നത് അവർക്ക് മോക്ഷം സിദ്ധിക്കും. പിന്നെ കയ്യിലിരിപ്പ് കൊണ്ട് ചിലപ്പോൾ കർമ്മഫലം ഉണ്ടാവും. ആ കർമ്മഫലം അനുഭവിക്കാൻ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കും. ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുമ്പോൾ എന്തായി? ഭഗവാന്റെ കാരുണ്യം കൂടുതലായിട്ടുണ്ടാവും. ബ്രഹ്മത്തെ അറിയാൻ സാധിക്കും. ഭഗവാന്റെ കാരുണ്യം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് എല്ലാ വ്യക്തികളും ജനിക്കും ബ്രാഹ്മണ കുലത്തില്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് ചണ്ടാള കുലത്തിൽ ജീവിക്കുന്ന വ്യക്തിയും ഇങ്ങനെ സൈക്കിളിൽ നിന്ന് വന്ന് അവസാനം ഭഗവാൻ ബ്രാഹ്മണ കുലത്തിൽ ജനിപ്പിക്കും. എന്നിട്ട് ഭഗവാൻ മോക്ഷം കൊടുക്കും. പക്ഷെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ബ്രഹ്മത്തെ അറിയാണ്ട് ബ്രാഹ്മണ ഉചിതമായ രീതിയിലല്ല ജീവിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ഭയങ്കരമായ തിരിച്ചടികൾ അവനെ കാത്തിരിക്കുന്നുണ്ട്. ആ ജീവിതത്തിലും കിട്ടും, അടുത്ത ജന്മത്തിലും കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പറയുന്നു, അവ്യക്തമായതിൽ നിന്ന് എന്താ പറയുന്നത്? അവ്യക്താവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് മോക്ഷം സംഭവിക്കുന്നത്. അവ്യക്ത അവസ്ഥ എന്ന് പറയുന്നത് അവ്യക്തമായ ഒരു അവസ്ഥ. നമുക്ക് അറിഞ്ഞൂടാ. അവ്യക്തമായ അവസ്ഥ എന്താ നമുക്ക് അറിഞ്ഞൂടാ, അല്ലെ? നമ്മുടെ ആത്മാവ് എവിടെ പോകുന്നു, ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ ഏത് ലോകത്തെത്തുന്നു, അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ പരിധികൾക്കും അപ്പുറമാണിത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് അതിന്റെ താഴെയുള്ള കാര്യങ്ങളാണ് സയന്റിഫിക്കലി ഒക്കെ പലരും പല രീതിയിലും കണ്ടുപിടിച്ചത്. മരണത്തെ ജയിച്ചവൻ ആരും ഈ ഭൂമിയിലില്ല, ഒരു ബ്രഹ്മാണ്ടത്തിലും ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവില്ല. കുറെ യൂട്യൂബേഴ്സ് അതും ഇതൊക്കെ ഇടും, അതിലൊന്നും കാര്യമില്ല. ആ അപ്പുറത്തേക്കുള്ള ആ ലോകത്ത് ഈ മരിച്ചവരൊക്കെ എവിടെ പോയി ഇരിക്കുന്നു എന്ന് പോലും നമുക്ക് വ്യക്തമല്ല. അപ്പൊ ആ വ്യക്താവസ്ഥയിൽ ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായിരിക്കുന്ന പ്രകൃതി അവനിൽ നിന്നും വിട്ടുപോകുന്നു. നമ്മളുടെ ഈ ചുറ്റുപാടുകളെല്ലാം മരിച്ച ഒരു വ്യക്തിയിൽ നിന്ന് വിട്ടുപോകണം. ആ വ്യക്തി പിന്നെ ഈ പ്രകൃതിയിലില്ല. ശരിയല്ലേ? ആ വ്യക്തി ഈ പ്രകൃതിയിലില്ല. പ്രകൃതിയിൽ വ്യക്തമായത് മാത്രമേ ഉള്ളൂ. പ്രകൃതിക്ക് പോലും നാശമുണ്ട്. ക്ലിയർ അല്ലേ? നമ്മൾ ഇന്നലെ പഠിച്ചു ബ്രഹ്മദേവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ മഹാപ്രളയം സംഭവിക്കുമെന്ന്. അപ്പോ ഈ പ്രകൃതിക്ക് പോലും നാശമുണ്ട്. നാശമുള്ള പ്രകൃതിയിലാണ് വ്യക്തമായിരിക്കുന്ന ആത്മാവ് വ്യക്തമായിരിക്കുന്ന ശരീരം അവ്യക്തമായിരിക്കുന്ന ആത്മാവുമായി ജീവിച്ചു പോകുന്നത്. അപ്പോ വ്യക്തമായിരിക്കുന്ന ശരീരത്തിൽ നിന്നും അവ്യക്തമായിരിക്കുന്ന ആത്മാവ് വിട്ടുപോകുന്ന അതേ സമയം തന്നെ പ്രകൃതിയുമായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? ഡിസ്കണക്ഷൻ സംഭവിക്കുന്നു, അല്ലെ? കണക്ഷൻ വിട്ടുപോവാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? ആ ഒരു ആത്മാവ് അവ്യക്തമായ ലോകത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ആ ലോകത്തിൽ ആ ആത്മാവ് എത്തുന്നതിനെ എന്താണ് നമ്മൾ പറയുന്നത്? മോക്ഷം എന്ന് പറയുന്നു. ഈ മോക്ഷം പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കർമ്മഫലം അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ബദ്ധനായിരിക്കുന്ന ആത്മാവിനെ പറ്റിയും മുക്തനായ ആത്മാവിനെ പറ്റിയും വേദത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ബദ്ധനായിരിക്കുന്ന ആത്മാവ്, അതായത് കെട്ടുപാടുകളിൽ ബന്ധപ്പെട്ടു പോകുന്നുണ്ട് ഒരു ആത്മാവ്. ചില ആത്മാവുകൾ ഇങ്ങനെ കെട്ടുപാടിൽ കിടന്നു പോകുന്നുണ്ട്. മുക്തനായി പോകുന്നുണ്ട് ചില ആത്മാക്കൾ. ഈ ലോകത്തിൽ നിന്നും മുക്തനായി പോകുന്നുണ്ട് ചില ആത്മാക്കൾ. ഇത് രണ്ടും വേദത്തിൽ പറയുന്നു എന്നാണ് പറയുന്നത്. വേദങ്ങളിൽ ഇതേക്കുറിച്ച് മനോഹരമായി പറയുന്നുണ്ട്. ദ്വൈതഭാവത്തെ വിട്ടവനാണ് ഭക്തൻ. രണ്ട് ഭാവത്തെയും വിട്ടുകളയും.
ഭക്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദിവസവും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി ചന്ദനപ്പൊട്ടും തൊട്ട് നടക്കുന്ന വ്യക്തിയല്ല ഭക്തൻ എന്ന് പറയുന്നത്. ദ്വൈതഭാവത്തെ വിട്ടവനാണ് ഭക്തൻ. മോക്ഷം കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, ബന്ധനത്തിൽ പെട്ടാലും എനിക്ക് കുഴപ്പമില്ല, എനിക്കറിയേണ്ടത് ബ്രഹ്മമാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഭക്തൻ എന്ന് പറയുന്നത്. മോക്ഷം കിട്ടണം, മോക്ഷം കിട്ടണം, മോക്ഷം കിട്ടണം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതൊരു ആസക്തിയാണ്, ആഗ്രഹമാണ്. അങ്ങനെയും ഒരു ആഗ്രഹം ഇല്ല. എന്റെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കർമ്മഫലങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ ഞാൻ ബന്ധപ്പെട്ട് കിടന്നാലും എനിക്ക് വിഷയമല്ല. ആ കാരാഗ്രഹത്തിനുള്ളിലാണെങ്കിലും ഞാൻ ഈശ്വരനെ സ്മരിച്ചു കൊണ്ടിരിക്കും. എവിടെയാണെങ്കിലും എനിക്ക് ഈശ്വരനാമം മാത്രം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമുക്ക് നിസംശയേന ഭക്തൻ എന്ന് വിളിക്കാൻ പറ്റും. ക്ലിയർ? ഒരു സംശയവുമില്ലാതെ നമുക്ക് ഭക്തൻ എന്ന് വിളിക്കാൻ പറ്റും. ഭക്തൻ, ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നവൻ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാത്ത വ്യക്തികൾ എന്താണ്? ആഗ്രഹങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നവനാണ്. ഇതുപോലെ ഒരു ആഗ്രഹങ്ങളും ഇല്ലാതെ ഏത് കാട്ടിന്റെ ഉള്ളിലാണെങ്കിലും കൊട്ടാര അരമന മുകളിലാണെങ്കിലും ശരി, ഞാൻ ഈശ്വരനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഭക്തൻ. മനസ്സിലായോ? സംസാര സമുദ്രത്തിൽ, അതായത് ഈ ലോകത്തിൽ മുങ്ങിപ്പോകുന്ന മനുഷ്യൻ, ഈ ലോകത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടല്ലേ, പല പല രീതികളുണ്ട്. നാളെ ആവട്ടെ, നാളെ ആവട്ടെ, നാളെ ആവട്ടെ എന്ന് പറയും ലോട്ടറിക്കാരെ പോലെ അമ്പലത്തിൽ പോകാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പൂജ ചെയ്യാത്ത ആൾക്കാരുണ്ട്. വ്രതങ്ങളുടെ ഈ മാസം ഏകാദശിയോ നടക്കില്ല മാതാജി, എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട്, അടുത്ത മാസത്തെ ഏകാദശി ഞാൻ എടുക്കും, ഉറപ്പ്. അടുത്ത മാസം വന്നാലും തീരെ വയ്യ, എണീക്കാൻ വയ്യ. അതിന്റെ അടുത്ത മാസമായാലും അയ്യോ ഒരു കല്യാണം ഉണ്ട്, പോകാതിരിക്കാൻ വയ്യ. ഇങ്ങനെ നാളെ 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 എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടാണ് ഏകാദശി വ്രതം. അങ്ങനെ സംസാര സമുദ്രത്തിൽ ഈ ലോകത്തിൽ മുങ്ങിപ്പോകുന്ന മനുഷ്യൻ അല്ലെ, ആ വ്യക്തി ആത്മജ്ഞാനമാകുന്ന നൗകയുടെ സഹായം കൊണ്ട് മറുകര പറ്റണം എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആത്മജ്ഞാനത്തിന്റെ സഹായം കൊണ്ട് ആത്മജ്ഞാനം കൈവരിക്കണം. നമ്മൾ എങ്ങനെ കൈവരിക്കണം? ഇതൊന്നുമല്ല ശരി, ഇപ്പൊ ഈ നിമിഷം ഇന്ന് ഞാൻ ഭഗവാനെ വിളിക്കും, ഇപ്പൊ വിളിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നു ജപമാല, ജപിക്കുന്നു നമ്മൾ നാമം. അങ്ങനെ അടുത്ത സെക്കൻഡ് പോലും മാറ്റിവെക്കാതെ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായി? ആത്മജ്ഞാനമായി. ആ ആത്മജ്ഞാനം കൈവരിക്കുന്ന വ്യക്തിയായിരിക്കണം എന്തെന്ന് പറയുന്നത്? ആത്മജ്ഞാനത്തിന്റെ നൗകയുടെ, അതായത് ആ കപ്പലിൽ കയറി നമ്മൾ ഈശ്വരനിലേക്ക് മറുകര പറ്റണം. അല്ലാതെ ഒരു കുളത്തിൽ ഇങ്ങനെ ഇട്ടാവട്ടത്തിൽ കയറുന്നിട്ട് ആ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു തോണി ഉണ്ടല്ലോ, കൊട്ടത്തോണിയോ വട്ടിത്തോണിയോ എന്താണത്, അതിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കരുത്. അത് ജീവിതമല്ല. മറുകര പറ്റണം നമ്മൾ. മനസ്സിലായില്ലേ? അടുത്ത കരയിലേക്ക് നമ്മൾ എത്തണം. അവിടെ തന്നെ വട്ടം കറങ്ങരുത്. അങ്ങനെ കറങ്ങുന്നവൻ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒന്ന് പോയി ഒന്ന് പോയി ഒന്ന് പോയി ഒന്ന് പോയി. എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? പ്രശ്നങ്ങൾ തീരുന്നില്ല, പ്രശ്നങ്ങൾ തീരുന്നില്ല, പ്രശ്നങ്ങൾ തീരുന്നില്ല. കാരണം എന്താ? പ്രശ്നങ്ങളിലാണ് കിടക്കുന്നതേ. ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നമ്മൾ ഈശ്വരന്റെ അടുത്തേക്ക് എത്താൻ പഠിക്കണം. അതിനാണ് നമ്മൾ ജപിക്കാൻ പഠിക്കുന്നത്. അത് നാളെ 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 എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. സർവം ജ്ഞാനപ്ലവേനൈ വ്യജിനം സന്തരിഷ്യതി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ജ്ഞാനലാഭത്തിൽ നിന്ന് മനുഷ്യന് ബുദ്ധി സഹായിക്കുന്നു. ഈശ്വരൻ എന്തിനാ ബുദ്ധി തന്നിരിക്കുന്നത്? ജ്ഞാനലാഭത്തിനാണ്. അല്ലാതെ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട്, കപട ബുദ്ധി ഉപയോഗിച്ചിട്ട് എങ്ങനെ അവനിട്ട് പണി കൊടുക്കാന്ന് ചിന്തിക്കാനല്ല ബുദ്ധി. ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് നല്ല ബുദ്ധിയാ, ഞാൻ അവനേക്കാൾ മുമ്പേ ചെന്നു, ഇട്ട് കൊടുത്തു ഞാൻ 4. ഇത് ബുദ്ധിയല്ല, ഇത് കുബുദ്ധിയാണ്. ഇതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല, വിഡ്ഢിയാവാണ്. മനസ്സിലായില്ലേ? എന്നോട് കളിച്ചാലേ ഞാൻ നല്ല പണി തിരിച്ചു കൊടുക്കും, എന്റെ ബുദ്ധി ഷാർപ്പാ. അവൻ മാനത്ത് കാണുമ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ കണ്ടു എന്ന് പൊങ്ങച്ചം പറയുന്ന, വീമ്പ് പറയുന്ന കുറെ ജാതി സാധനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. വേസ്റ്റ് ആണ് അവരുടെ ജന്മമൊക്കെ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സർവം ജ്ഞാനപ്ലവേനൈവ വ്യജിനം സന്തരിഷ്യതി എന്നാ പറയുന്നത്. ജ്ഞാനലാഭത്തിന് ഈ ബുദ്ധി ഭഗവാൻ എന്തിനാ നമുക്ക് തന്നത്? ജ്ഞാനം കൊണ്ട് ലാഭം ഉണ്ടാക്കാനാണ് തന്നിരിക്കുന്നത്. എന്ത് ലാഭം നമ്മൾ ഉണ്ടാക്കേണ്ടത്? ബുദ്ധിയാണ്. നമ്മൾ ബുദ്ധി ഉണ്ടാക്കണം. ജ്ഞാനം കൊണ്ട് ഈശ്വരിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു ബുദ്ധിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ബുദ്ധി ആയിരിക്കണം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാതെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിൽക്കട്ടെ അവസരം വരും കൊടുക്കാൻ, ഞാൻ ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞത് കഴിഞ്ഞു. ആരെന്ത് നമ്മളോട് ചെയ്തു, നമ്മൾ എന്ത് തിരിച്ചു ചെയ്തു, എല്ലാം കഴിഞ്ഞു. വിട്ടുകളയാ. അടുത്തത് വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തത് നമുക്ക് നന്മ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളെ വേദനിപ്പിച്ചവരുണ്ടോ? മറന്നു കളയാം, പോട്ടെ ആ വഴിക്ക്, ചിന്തിക്കേണ്ട, ഇനി അതേക്കുറിച്ച് ആലോചിക്കേണ്ട.
നമ്മൾ അടുത്തത് നന്മ എന്ത് ചെയ്യാൻ പറ്റും, ഇതേക്കുറിച്ച് ചിന്തിക്കും. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സമാധാനം കണ്ടെത്താൻ പറ്റും. ഒരാൾ നമ്മളെ വേദനിപ്പിച്ചപ്പോൾ നമ്മൾ ഒരുപാട് വേദനിച്ചു, ഈ വേദനയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാൻ പറ്റും, ഇതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, പ്രകൃതിയാണ് എല്ലാത്തിനും ആശ്രയമെന്നും പ്രകൃതി സ്വഭാവം അനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നതെന്നും പറയുന്ന ലോകായുധന്മാരും ശൂന്യത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നതെന്ന് പറയുന്ന നാസ്തികന്മാരും പറയുന്നത് ശരിയല്ല എന്നാ പറയുന്നത്. ശൂന്യത്തിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല, ഭഗവാനിൽ നിന്നാണ് സമസ്തവും വന്നത്. ഭഗവാൻ ശൂന്യമാണോ? ഒരിക്കലുമല്ല, പൂർണ്ണനാണ് ഭഗവാൻ, അല്ലെ? പൂർണ്ണമാണ് ഭഗവാൻ, പൂർണ്ണതയിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്. ചില നാസ്തികർ പറയും, നാസ്തികർ ആരാണ്? വിവരമില്ലാത്തവർ, എന്താ പറയുക, തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്തവർ. അവർ പറയും ചില ആൾക്കാര്, അതേ മീനും കോഴിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യന് തിന്നാനാണെന്ന്. എങ്കിൽ പിന്നെ പാമ്പിനെയും ചേരനെയും തവളനെയും കാണുന്നതിനെല്ലാം തിന്നൂടെ? എന്തിനാ ഒരു പർട്ടിക്കുലർ, ഈ ഭൂമിയിലെല്ലാം ഭഗവാൻ വെച്ചിരിക്കുന്നത് മനുഷ്യന് തിന്നാനാണെന്ന് പറയും. എങ്കിൽ കണ്ണി കണ്ടതെല്ലാം എടുത്ത് തിന്നുന്നേ, മണ്ണും കല്ലും പാറയും ചളി എല്ലാം എടുത്ത് തിന്നു. എന്തേ പർട്ടിക്കുലർ സാധനങ്ങൾ മാത്രം തിന്നുന്നു? എന്തുകൊണ്ട് അത് തിന്നുന്നു? അപ്പോ അതൊന്നും തിന്നാനും യോഗ്യതയില്ല. അപ്പൊ ഇതൊക്കെ തിന്നാന്ന് ഏത് ഗ്രന്ഥത്തിലാ പറഞ്ഞിരിക്കുന്നത്? അതും ചോദ്യം ചെയ്യണം, അല്ലെ? ഈ പശുവിനെയും പട്ടീനെയും പൂച്ചനെയും ഒക്കെ തിന്നാന്ന് ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു? ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇലയും പൂവും കായും അവിടെ തിന്നാന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നു ഇലയും പൂവും കായും തിന്നാന്ന്. ഇല്ലാന്ന് ആർക്കെങ്കിലും വാദിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ആ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടില്ല പശുവിനെയും പന്നീനെയും തിന്നോളാൻ. മനസ്സിലായില്ലേ? കടലിൽ നിന്ന് മീനെ പിടിച്ച് തിന്നോന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ചിലര് ചോദിക്കും, രാമായണത്തിൽ ശ്രീരാമൻ തിന്നല്ലോന്ന്. ജനിപ്പിച്ചതാരാ? ഉണ്ടാക്കിയതാരാ? ഈ ഭൂമി സർവ്വതും ആരുടെ കയ്യിലാ? ഭഗവാന്റെ കയ്യിലാണ്. ആ ഭഗവാന് എന്തും ചെയ്യാം. മനസ്സിലാവുണ്ടോ? ഭഗവാൻ പൂതനേനെ കൊന്നെന്നും പറയും നമുക്ക് വീട്ടിന്റെ അടുത്തുള്ള ഒരാളെ പോയി കൊല്ലാൻ പറ്റുമോ? ഭഗവാൻ കൊന്നപ്പം കേസില്ല, കാരണം ഭഗവാൻ കൊടുത്തത് മോക്ഷമാണ്. നമ്മൾ കൊന്ന എന്തായി? കേസായി, ജീവപര്യന്തായി, നിയമ നടപടികൾ വെക്കും. ഭഗവാനോളം തുല്യരാണോ നമ്മൾ? നമ്മൾ ഭഗവാനാണോ? അല്ല. ഭഗവാൻ ചെയ്താൽ എന്തുകൊണ്ട് അതിന് തെറ്റില്ല? അത് ഭഗവാനായതുകൊണ്ട്. നമ്മൾ ഭഗവാനാണോ? നമ്മൾ ഭഗവാനല്ല. ഒറ്റ ചോദ്യം, നിങ്ങൾ ഈശ്വരനാണോ? അല്ല. പിന്നെ എന്തുകൊണ്ട് ഭഗവാൻ ചെയ്തതിനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു? അത്രയും ചോദിച്ചാൽ മതി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ നാസ്തികര് പറയുന്നത് എന്താണ്? ശരിയല്ല എന്ന് ഇവിടെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അവർ അല്പബുദ്ധികളായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പൂർണ്ണമായ ബുദ്ധിയുള്ള ഒരാള് ഒരിക്കലും അത് പറയില്ല. അല്പബുദ്ധി, പാതി ബുദ്ധിയും വെച്ചിട്ടാണ് ഈ സംസാരം മുഴുവൻ സംസാരിക്കുന്നത്. അപ്പൊ പാതി ബുദ്ധിയുള്ള ഒരു വ്യക്തിയോട് എന്ത് ചെയ്യരുത്? വാദപ്രതിവാദത്തിന് പോകരുത്. അങ്ങനെ പാതി ബുദ്ധിയുള്ള ഒരാളോട് നമ്മൾ വാദപ്രതിവാദം ചെയ്യാൻ പോകുന്നത് എന്തിനു തുല്യമാണെന്നറിയാമോ? മാനസിക രോഗ കേന്ദ്രത്തിലൊക്കെ ഒരു വട്ടം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന്റെ സമനില തെറ്റിയ ആൾക്കാർ പലതും ചെയ്യും, പലതും കാണിക്കും. അപ്പൊ അവരോട് പോയിട്ട് നമ്മൾ, എന്താടാ നീ ഇങ്ങനെ പറഞ്ഞത്, നീ എന്താടാ ഇങ്ങനെ കാണിച്ചത് എന്ന് നമ്മൾ ചോദിക്കൂ? ഇല്ല. നമ്മൾ എന്താ പറയാ? അയ്യോ പാവം, അതിന് ബുദ്ധിയില്ല, മനോനില തെറ്റിപ്പോയി. അപ്പൊ പിന്നെ അതിനോട് നമ്മൾ വാദിക്കാൻ പോയിട്ട് കാര്യം. ആ ബുദ്ധി ആർക്കുണ്ട്? മനോനില തെറ്റാത്ത നമുക്കുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അല്പബുദ്ധിയുള്ള വ്യക്തികളോട്, നാസ്തികരോട് നമ്മൾ വാദപ്രതിവാദത്തിന് പോകരുത്. അപ്പോ അങ്ങനെ വാദപ്രതിവാദത്തിന് പോയി കഴിഞ്ഞാല് നമ്മൾ ആരായി? അവരെ പോലെ അല്പബുദ്ധികളായി മാറിപ്പോയി. മനസ്സിലായില്ലേ? ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എല്ലാം നേടുവാൻ സാധിക്കുന്നത്. മനസ്സിലായി? മതചി ഉറങ്ങിക്കോളൂ. ബുദ്ധിപൂർവം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാം നേടാൻ സാധിക്കുന്നത്. ബുദ്ധി ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ എന്തായി? ഒന്നും ഇല്ലാതെ ആയിപ്പോവും. ഭൂമിയിലുള്ള സമ്പത്തിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്, ആത്മജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വഭാവം കൊണ്ട് മാത്രം ഒരു അഭിവൃദ്ധിയും നേടാൻ സാധിക്കുകയില്ല. പിന്നെന്താ? പ്രജ്ഞ കൊണ്ട് ആലോചിച്ച് പ്രവർത്തിച്ചു കൊണ്ടാണ് ഇന്ന് കാണുന്ന എല്ലാ അനുഭവങ്ങളും അഭിവൃദ്ധികളും ഉണ്ടായിരിക്കുന്നത്. എല്ലാരടുത്തും പോയിട്ട് നമസ്തേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വല്ലതും കിട്ടുമോ? കിട്ടൂല. പക്ഷെയോ നമ്മൾ ബുദ്ധിയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ചിരിക്കേണ്ടടുത്ത് ചിരിക്കുക, ചോദിക്കേണ്ടടുത്ത് ചോദിക്കുക, പറയേണ്ടടുത്ത് പറയുക, ക്ഷമ പാലിക്കേണ്ടടുത്ത് ക്ഷമ പാലിക്കുക, അക്ഷമ പാലിക്കേണ്ടടുത്ത് പൂർണ്ണ ക്ഷമയോടുകൂടി നിൽക്കുക. മനസ്സിലായില്ലേ? സാത്വിക ജീവിതം മുറുകെ പിടിക്കുക, ജപിക്കുക, വായിക്കുക, കേൾക്കുക, ക്ഷമയോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടു കൂടി ജീവിച്ചാൽ എല്ലാം ലഭിക്കുന്ന പറയുന്നത്. ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. വാളെടുത്തവൻ വാളാൽ എന്നുള്ളതിന് തുല്യമായി തീരും നമ്മുടെ ജീവിതം. മനസ്സിലായല്ലോ? പിന്നെ പറയുന്നത് എന്താ? എല്ലാറ്റിനും ആശ്രയമായിട്ടുള്ളത് ജ്ഞാനമാണ്. ഈ ജ്ഞാനത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? എല്ലാത്തിനും ആശ്രയമായിരിക്കുന്നത് ജ്ഞാനമാണ്. ഈ ജ്ഞാനമില്ല എങ്കിൽ ഒന്നുമില്ല. സർവ്വതിനും ആശ്രയം ജ്ഞാനമാണ്, അല്ലെ?
എല്ലാത്തിനും ആശ്രയം ജ്ഞാനമാണ്. ജ്ഞാനമുള്ള വ്യക്തി മാനസിക രോഗ കേന്ദ്രത്തിലോ മൃഗശാലയിലോ കാണുന്നവരെ പോലെ ആവില്ല. നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ആവേണ്ടത് എന്താണ്? ഒരു മൃഗശാലയിൽ പോയി കഴിഞ്ഞാല് അവിടെ വല്ല ചിമ്പാൻസിയോ വല്ല വലിയ കുരങ്ങൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുരങ്ങുകൾ ഇങ്ങനെ കാണിക്കും, അത് മലന്ന് കിടക്കും, അതുപോലെ ചീ നേരെ കിടക്കണം എന്ന് നമ്മൾ കുരങ്ങിനോട് പറയോ? ഇല്ല, അത് മൃഗമാണ്, അതിന് അത്രേ കഴിവുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷെ കാണിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം മനുഷ്യരെ പോലെ ആയിരിക്കും. നമ്മൾ അതിനെ പഠിപ്പിക്കാൻ പോവില്ല. നമ്മൾ എന്താ ചെയ്യാ? അതിനെ കണ്ട് രസിച്ചിങ്ങോട്ട് പോരും, നിശബ്ദതയോടുകൂടി വരും, വേണേ ഒന്ന് ഫോട്ടോ എടുത്തേക്കും. അപ്പൊ അതേപോലെ നാസ്തികരുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ അവരോട് നിങ്ങളാരാ എന്റെ ഭഗവാനെ പറയും, നിങ്ങൾക്ക് ഭഗവാനെ കുറിച്ച് എന്തറിയാം, നിങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് കിടന്നിട്ട് ബഹളത്തിന് പോകരുത്. നമ്മൾ സ്വമേധയാ സംനയനം പാലിക്കുക. നിങ്ങൾക്ക് തിന്നണോ, നിങ്ങൾ തിന്നോ, നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ അനുഭവിക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല, ഒരു ഗ്രന്ഥത്തിലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സമാധാനപരമായി പറഞ്ഞു കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ പുനർജനിക്കട്ടെന്നേ. മനുഷ്യന്റെ ചോര വറ്റിച്ച് കുടിക്കുന്ന, ദാഹം സഹിക്കാൻ പറ്റാതെ മനുഷ്യനെ കാണുമ്പോൾ ചോര ഊറ്റി കുടിക്കുന്ന ഒരു കാലഘട്ടം അവനെ കലിയുഗത്തിൽ കാത്തിരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ജനിച്ചോട്ടെ, നമുക്കെന്താ? നമുക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ജനിക്കണ്ട എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനു മുമ്പേ നല്ല രീതിയിൽ ജീവിച്ചിട്ട് ജപിച്ച് വായിച്ച് സത്സംഗങ്ങൾ കേട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് നല്ല മനസ്ഥിതിയോടുകൂടി ജീവിച്ചിട്ട് മോക്ഷം വാങ്ങിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് പോകാൻ നമ്മൾ പഠിക്കണം. പിന്നെന്താ പറയുന്നത്? സൃഷ്ടികളിൽ ഉത്തമ സ്ഥാനം വഹിക്കുന്ന മനുഷ്യൻ. ആലോചിച്ച് നോക്കണം, ഓരോ വേർഡിലും ഉണ്ട് ആയിരക്കണക്കിന് അർത്ഥം. സൃഷ്ടികളിൽ ഉത്തമ സ്ഥാനം വഹിക്കുന്ന മനുഷ്യൻ. ഭഗവാൻ പറയുന്നു ഗീതയിലായാലും മഹാഭാരതത്തിലായാലും, ഈ ഭഗവാന്റെ എല്ലാ സൃഷ്ടികളിലും വെച്ചിട്ട് ഭഗവാൻ ഏറ്റവും കരുണയുള്ളത് ആരോടാണ്? മനുഷ്യനോടാണ് എന്ന്. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ ശാന്തി പർവ്വത്തിൽ പറയുന്നത് സൃഷ്ടികളിൽ ഉത്തമ സ്ഥാനം. ഉത്തമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്കാണ്? മനുഷ്യനാണുള്ളത്. ആ മനുഷ്യൻ പ്രജ്ഞ കൊണ്ട് ജ്ഞാനം നേടി മോക്ഷം പ്രാപിക്കുന്നു. ബുദ്ധി കൊണ്ട്, കഴിവുകൊണ്ട് അറിവ് നേടിയിട്ട് മോക്ഷത്തിലേക്ക് എത്തണം. അല്ലാതെ വാട്സപ്പിലൂടെ അയച്ചാൽ കിട്ടുന്നതല്ല അറിവെന്ന് പറയുന്നത്, ഒരിക്കലുമല്ല. ചിന്തിക്കുക, വായിക്കുക, പ്രവർത്തിക്കുക, ജപിക്കുക, അങ്ങനെ നമ്മൾ അറിവ് നേടുക. അങ്ങനെ അറിവ് നേടി സത്സംഗങ്ങൾ വഴിയൊക്കെ അറിവ് നേടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനം നേടിയിട്ട് മോക്ഷത്തിലേക്ക് എത്താൻ ശ്രമിക്കണം. ത്യാഗ ജീവിതം നയിക്കുന്ന ബുദ്ധിജീവികളായ ജ്ഞാനികളിലാണ് ഈ ജഗത്തിന്റെ നിലനിൽപ്പ് തന്നെ. കാരണം എന്താ? 10 പേര് ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുട്ടി വയലന്റ് ആയാൽ എന്താ ചെയ്യുക? ടീച്ചർ മിണ്ടാതിരിക്കടാ എന്ന് പറയും. ബാക്കിയുള്ളവർ എന്ത് പറയും? എടാ നീ മിണ്ടാതിരിക്കും, പോട്ടെ സാരല്ല, ഇത് ടീച്ചർ വരുന്നു, സൈലന്റ് ആയിരിക്കും എന്ന് പറയും. 2 കുട്ടികൾ വയലന്റ് ആകുമ്പോഴോ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ടീച്ചർ ഒന്ന് എഴുന്നേക്കും, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കും. 3, 4, 10 കുട്ടികൾ വയലന്റ് ആയാലോ ടീച്ചർ വേഗം HM-നെ വിളിക്കും. അതിൽ കൂടുതൽ വയലന്റ് ആയാലോ സ്കൂളിൽ ബെല്ലടിച്ച് എല്ലാവരെയും സ്റ്റോപ്പ് ചെയ്യിച്ച് പ്രശ്നം പരിഹരിക്കും. അതിൽ കൂടുതലായാലോ പോലീസ് വരും, ഇല്ലേ? അപ്പോ അതേപോലെ ത്യാഗ ജീവിതം നയിക്കണം. നമ്മളപ്പോ എന്താ ചെയ്യേണ്ടത്? സമൂഹത്തില് വയലൻസിന് നമ്മൾ സ്ഥാനം കൊടുക്കരുത്, ത്യാഗ ജീവിതം നയിക്കണം. എല്ലാരും ത്യാഗികളായാലും എന്തായി? ലോകം നിലനിൽക്കും. എല്ലാരും വയലന്റ് ആയാലും എന്തായി? ലോകം നിലനിൽക്കില്ല. ഭഗവാന് വരേണ്ടി വരും. ഭഗവാൻ വന്നാൽ എന്തായി? തൂത്തുവാരി കൊണ്ടുപോകും. അല്ലാതെ ഓരോരുത്തരെ പിടിച്ചു നിർത്തി കാര്യങ്ങൾ സംശയം, പോട്ടേട്ടാ സാറിലേട്ടാ അവൻ അങ്ങനെ ചെയ്ത് നിന്റെ പറമ്പ് എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ നീ കൊടുത്തേക്കിട്ടോ, കേസ് കൊടുക്കണ്ട, അത് വിട്ടേക്കിട്ടാ, ഞാൻ കൃഷ്ണനാ, ഞാൻ ഇന്നടുത്തുനിന്ന് വന്നാൽ എന്നൊന്നും ഭഗവാൻ പറയാം. വേറെ അടിച്ച് തകർത്ത് പോവുക. ഭഗവാന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. അപ്പോ നിലനിൽപ്പ് നഷ്ടപ്പെടും. അപ്പൊ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിജീവികളായ ജ്ഞാനികളായിട്ട് ജീവിച്ചു പോകണം. ജ്ഞാനികളായി ജീവിച്ചു പോയാൽ ഈ ജഗത്തിന്റെ നിലനിൽപ്പ് തന്നെ അതാണെന്നാണ് പറയുന്നത്. ഭഗവാന് ഓടി വരേണ്ടി വരില്ല. അപ്പൊ ഭഗവാൻ ഓടി വരില്ല, സമയം പോലെ ഭഗവാൻ വരും. അപ്പൊ സമയം പോലെ വരുമ്പോ ഭഗവാൻ അതിനു മുമ്പ് എല്ലാരെയും കൊണ്ടുപോയിട്ടുണ്ടാവും. കാരണം എന്താ? എല്ലാവരും ജ്ഞാനികളാണ്. അങ്ങനെ ജ്ഞാനികളായി പോകുമ്പോ നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടും. അല്ലെങ്കിൽ ശാന്തി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, അശാന്തി ഉണ്ടാവും. അശാന്തിയിലൂടെ എന്തായി? ജീവിതം തന്നെ പോയി കിട്ടും. അപ്പോ നമ്മളെല്ലാവരും ജ്ഞാനം കൊണ്ട് ശാന്തിയോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ പഠിക്കും. ഓക്കെ, हरे कृष्णा, सर्वं कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय, नमस्ते, ओम श्री मात्रे नमः. ഒരു റിക്വസ്റ്റ്, എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യും കേട്ടോ. ഷെയറിങ് വളരെ കുറവാണ്. ഞാൻ ഈ ക്ലാസ് എടുക്കലും കുത്തിയിരുന്ന് ഷെയർ ചെയ്യലും രണ്ടും കൂടി നടക്കുന്ന കാര്യമാണോ? അല്ല, കുറച്ച് ഷെയർ ചെയ്യാം. അപ്പോൾ ഒന്നാമത് എനിക്കിന്ന് വയ്യ, തലവേദനയും നല്ല ജലദോഷമൊക്കെ ഉണ്ട്. അപ്പം നാളെയും ക്ലാസ് കേൾക്കണ്ടേ നമുക്ക്? എൻ്റെ ജോലി ആരൊക്കെ ചെയ്തുതരും? എനിക്ക് എൻ്റെ ജോലി ഷെയറിങ് ആരൊക്കെ ചെയ്തുതരും? വേഗം പറ.
പിന്നെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. അതൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യും എല്ലാവരും. സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇടും. ഒരുപാട് വലിയ വലിയ അറിവുകളല്ല, അതൊക്കെ എല്ലാവരിലും എത്തട്ടെ. ഓക്കെ, അപ്പോൾ ശരി. ഇന്നത്തെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും മനസ്സിലായോ പറഞ്ഞതൊക്കെ? ഇത്രയും സിമ്പിളായിട്ട് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. നടന്നോന്ന് അറിഞ്ഞൂടാ, ഭഗവാന്റെ കാരുണ്യം നടന്നാൽ. അപ്പോൾ ശരി, നമസ്തേ. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാവരും സമാധാനമായിട്ട് കിടന്നു. ഓക്കെ, എല്ലാവരും ഷെയർ ചെയ്യൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. നമസ്തേ. ഇഷ്ടപ്പെട്ടു അമ്മ? ഓക്കെ അമ്മ. അമ്മയുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കൂ കേട്ടോ. സൗന്ദര്യ അമ്മ. എല്ലാവർക്കും ശുഭദിനം.